ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ranslearning പോർട്ടൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ ചാപ്റ്റേഴ്സും ക്രിസ്മസ് എക്സാമിന് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും 1 to 4 യൂണിറ്റ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഓൾ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയാണ് മക്കളെ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലേ നിങ്ങൾ? ഈ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി പഠിച്ചാൽ മാത്രമാണ് നെക്സ്റ്റ് ലൈവിൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഡിസ്കോഴ്സും ഗ്രാമറൊക്കെ വരൂലേ, അന്നേരം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് അവയർനെസ് നമുക്ക് തീർച്ചയായിട്ടും വേണം അല്ലേ. ഇന്നേ വരെ ക്ലാസ്സിൽ ഇരിക്കാത്തവർക്ക് പോലും ഈ ഒരു സമ്മറി മനസ്സിലാക്കി പോയാൽ മതി. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ആദ്യം നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ലിയാമ ഫ്ലേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറി കേട്ടോ, ഷോർട്ട് സ്റ്റോറി. ആരാ എഴുതിയിട്ടുള്ളത് പറ? റിട്ടൺ ബൈ ലിയാമ ഫ്ലേർട്ട്, യൂണിറ്റ് 1 ചാപ്റ്റർ 1. ശ്രദ്ധിച്ച് കേട്ടോ, സമ്മറി കേട്ടോ കേട്ടോ. Whenever a child starts the first step of his life, ഒരുത്തൻ്റെ ജീവിതം തുടങ്ങുന്ന സമയത്ത്, ഫോർ ദി സ്റ്റെപ്പ് വി ഹാവ് ലോട്ട്സ് ഓഫ് കൺഫ്യൂഷൻ അല്ലേ. നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഒരു മനുഷ്യർക്ക് എന്തുണ്ടാവും, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. ആൻഡ് അഫ്രൈഡ്, പേടിക്കും. ഇൻ അവർ മൈൻഡ്, നമ്മളെ തലയിൽ പേടിയൊക്കെ ഉണ്ടാവും ടുവേർഡ്സ് ഇറ്റ് അല്ലേ. എങ്ങനെ തുടങ്ങണം നമുക്കുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. ടു റിമൂവ് ദിസ് അഫ്രൈഡ്, ഈ പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ദർ ഇസ് എ മേജർ റോൾ ടു ബി പ്ലേഡ് ബൈ ദി പാരൻസ്. പാരൻസ് ഒരുപാട് നല്ലൊരു മേജർ പങ്ക് ആര് വഹിക്കണം? പാരൻസ് വഹിക്കേണ്ടതുണ്ട്. ബൈ ക്യാച്ചിങ് ദ തീം, ഈ ഒരു തീം ക്യാച്ച് ചെയ്തുകൊണ്ട് ദ ഓഥർ റോട്ട് ദ സ്റ്റോറി ഓൺ എ സീഗൾ, ഒരു സീഗളിനെ കുറിച്ച്. സീഗൾ എന്ന് പറഞ്ഞ ഒരു കടൽക്കാക്കയാണ്. ഈ ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ട് പാരൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടാവില്ലേ, മക്കൾക്ക് വേണ്ടിയുള്ള പാരൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടാവില്ലേ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സീഗളിനെ കുറിച്ച്, സീഗൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കടൽക്കാക്ക കേട്ടോ. കടൽക്കാക്കയുടെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടാണ് നമ്മുടെ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. നോക്കാം നമുക്ക് ആ സ്റ്റോറി. ദ യങ് സീഗൾ വാസ് എലോൺ ഇൻ ഹിസ് ലെഡ്ജ്. ഈ യങ് സീഗള് ഒറ്റയ്ക്കായിരുന്നു തൻ്റെ കൂട്ടില് അല്ലേ, ഒരു കുന്നിൻ്റെ മുകളിൽ. ഹിസ് പാരൻസ്, 2 brothers ആൻഡ് എ ലിറ്റിൽ സിസ്റ്റർ ഹാഡ് ഫ്ലോൺ അവേ ദ പ്രീവിയസ് ഡേ. തലേ ദിവസം എല്ലാ ദിവസമായിട്ട് അവൻ്റെ പാരൻസും അതുപോലെ തന്നെ ഓൻ്റെ ബ്രദേഴ്സ്, 2 ബ്രദേഴ്സും ഒരു സിസ്റ്റർ ഇങ്ങനെ പാറി നടക്കുന്നുണ്ടായിരുന്നു. But the young seagull, പക്ഷേ the young seagull is afraid of flying. പക്ഷേ യങ് സീഗൾ എന്തായിരുന്നു, പറക്കാൻ പേടിയായിരുന്നു കേട്ടോ. He fears his wings will not support him. ഓൻ കരുതി അവൻ്റെ ചിറക് അവൻ എന്ത് ചെയ്യില്ല പറ, will not support him, ഒരിക്കലും അവൻ സപ്പോർട്ട് ചെയ്യില്ല. എന്തിനെ? ടു ഫ്ലൈ അല്ലേ, എന്തിനെ? ആൻഡ് ഹി വിൽ ഫാൾ ഡൗൺ, എന്ത് സപ്പോർട്ട് ചെയ്യില്ല, വിൽ നോട്ട് സപ്പോർട്ട് ഹിം അല്ലേ. ഓൻ്റെ ചിറക് അവനെ സപ്പോർട്ട് ചെയ്യില്ല, പറക്കാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് കരുതി. ആൻഡ് ഹി ഫാൾ ഡൗൺ, അവൻ വീണു ഇൻ ടു ദ സീ അല്ലേ. അവൻ വീണ് പോകുന്ന പോലും കരുതി പോയി, എന്താ കടലിക്ക് വീണ് പോകും. കാര്യം എന്താണ്, ഓൻ്റെ ചിറക് അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് കരുതി. So he is left behind on the ledge. അതുകൊണ്ട് അവനും എപ്പോഴും അവിടെ തന്നെ ഇരുന്നു, കൂട്ടിൽ തന്നെ ഇരുന്നു. 2 days passed, 2 ദിവസം കഴിഞ്ഞു കേട്ടോ. See, the young seagull got nothing to eat. യങ് സീഗളിന് തിന്നാൻ ഒന്നും കിട്ടിയില്ലടാ. He was feeling very hungry. അവനക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തോന്നി. Now the mother acts very wisely. ആ സമയത്ത് അവൻ്റെ അമ്മ ഒരു ട്രിക്കി കളി കളിക്കുകയാണ്. എന്താ കളി? She wants to end her young one's fear. തൻ്റെ ഓമനപുത്രൻ്റെ പേടി ഒഴിവാക്കണം എന്ന് ആര് വിചാരിച്ചു? അമ്മ വിചാരിച്ചു. She knows he is very hungry. അമ്മക്കറിയായിരുന്നു അവൻ വളരെ വിശപ്പുള്ള ഒരാളായിട്ടുണ്ടെന്നില്ലേ, അവനക്ക് നന്നായിട്ട് വിശക്കുണ്ടെന്ന് മനസ്സിലായി. She comes flying to him. അവൻ്റെ അടുത്തേക്ക് പാറി വന്നു. And she has a piece of fish in her beak അല്ലേ. അവളുടെ കൊക്കിൽ എന്തുണ്ടായിരുന്നു? ഒരു പീസ് ഫിഷ് ഉണ്ടായിരുന്നു. She comes very near to the ledge but does not land on it. അമ്മ നേരെ മോൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഈ സീഗലിൻ്റെ അടുത്ത് വന്നിട്ട്, ശരിക്കും അവിടെ നിന്നില്ല, പിന്നെ ആ കുന്നിൻ്റെ മുകളിൽ അമ്മ നിൽക്കുന്നില്ല, ഡയറക്റ്റ് അവൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാം കേട്ടോ. See, not land on it. ആ കുന്നിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്തില്ല എന്ന്. He dived at the fish. വിശപ്പിൻ്റെ ആധിക്യം കാരണത്താൽ യങ് സീഗൾ എന്ത് ചെയ്യാണ്, ആ ഫിഷിന് വേണ്ടി ചാടാണ്. That was in his mother's beak. ആ മറ്റേ ഫിഷ് എവിടെ ഉണ്ടായിരുന്നു? മദേഴ്സിൻ്റെ ബീക്കിലല്ല, അമ്മൻ്റെ കൊക്കിലല്ല ഉണ്ടായിരുന്നത്. അതിനു വേണ്ടി ചാടാണ്. He falls downward into the space to fly. See, അവൻ അങ്ങനെ അടിയിലേക്ക് നേരല്ലേ, ആ കുന്നുമെന്ന് അവൻ ചാടുന്ന സമയത്ത് നേരെ അടിയിലേക്ക് വീഴില്ലേ, സ്പേസിലേക്ക് പോകില്ലേ. ആ സമയത്ത് അവൻ എന്ത് ചെയ്യാണ്, പാറാൻ വേണ്ടി തുടങ്ങാണ്. സോ ഹി ട്രൈസ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. അവൻ്റെ ചിറകടിക്കാൻ തുടങ്ങി. ഓൾ ഹിസ് ഫിയേഴ്സ് ഗോസ് അല്ലേ, അവൻ്റെ എല്ലാ പേടിയും പോകുന്നു.
വിശപ്പുണ്ടായ സമയത്ത് അവരൊരൊറ്റ ചാട്ടാണ് ചാടിയതാണ്, വിശപ്പിൻ്റെ ഊക്കൊണ്ട് ചാടിയതാണ്. അങ്ങനെ എന്ത് ചെയ്യണം, ചാടിയ സമയത്ത് ഓനക്ക് മനസ്സിലാവാണ് ഒരു രക്ഷയില്ലാന്ന്, ഓനോൻ്റെ വിങ്സ് അടിച്ചു. ആ സമയത്ത് ഓൻ്റെ പേടിയൊക്കെ പോയി. ദ അതർ മെമ്പേഴ്സ് കെയിം ഫ്ലൈയിങ് അറൗണ്ട് ഹിം. അത് കണ്ടപ്പോൾ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നു. ദേ മേക്ക് ക്രൈസ് ഓഫ് ജോയ്, അല്ലേ, അവരെല്ലാവരും സന്തോഷം ചെയ്തു, സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടി. ദാറ്റ് മീൻസ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു എന്ന്. ഓൾ ദ ഫാമിലി പ്രൈസ്ഡ് ദ സീഗൾ. എല്ലാവരും കൂടെ എന്ത് ചെയ്തു, അവനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. ദാറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അത് അവൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഈ ഒരു തീം എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. റെഡി അല്ലേ നിങ്ങൾ? യെസ്. Shall we move on to next chapter? So welcome back to Rans Learning Portal. Welcome back to Rans Learning Portal. Once again I say, അല്ലേ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആടാ, യൂണിറ്റ് 1-ലുള്ള സെക്കൻഡ് ചാപ്റ്റർ, I will fly. Ready? നോക്കൂ, I will fly. I will fly is a title given to a speech by Dr. APJ Abdul Kalam. Dr. APJ Abdul Kalamന്റെ ഒരു സ്പീച്ചിന് കൊടുത്തിട്ടുള്ള ഒരു ടൈറ്റിലാണ്. He begins his speech on the topic I am born with wings. അദ്ദേഹം ആ പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാണ് പറ, പിന്നെ ഐ എം ബോൺ വിത്ത് വിങ്സ്, ഞാൻ ചിറകുകളോട് കൂടി ജനിച്ച ആളാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഈ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്, APJ അബ്ദുൽ കലാം. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. He expresses hope that youth of today need no fear about their future. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പറയുന്നുണ്ട്, ഇന്നത്തെ യൂത്ത് ഓഫ് ടുഡേ, ഇന്നിൻ്റെ യുവാക്കൾ നീഡ് നോട്ട് ഫിയർ, പേടിക്കേണ്ട ആവശ്യമില്ല, അബൌട്ട് ദിയർ ഫ്യൂച്ചർ, അവരുടെ ഭാവിയെക്കുറിച്ച്. ബിക്കോസ് എന്താ പറഞ്ഞത്, ഹി ഈസ് ഓൾസോ, ബിക്കോസ് എന്താണ്, ഐ എം ബോൺ വിത്ത് വിങ്സ്, ഇല്ലടാ, ഞാൻ ചിറകുകളായിട്ട് ജനിച്ചാന്നല്ലേ മൂപ്പര് പറയുന്നത്. കാണാം നമുക്ക്, എന്തിനാ പേടിക്കേണ്ടെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് നോക്കാം നമുക്ക്. He is also inaugurating a program called Shastriyan, which means the propagation of science. ശാസ്ത്രയാൻ എന്ന് പറയുന്ന, അല്ലേ, ഒരു പ്രോഗ്രാം അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത്, അല്ലേ, ആ ശാസ്ത്രയാൻ എന്ന് പറയുന്ന സാധനം പ്രൊപ്പഗേഷൻ ഓഫ് സയൻസിന്റെ ഉയർച്ചയെ കുറിച്ച് പറയുന്നതാട്ടോ ശാസ്ത്രയാൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് മിഷൻ വാസ്, ഈ ശാസ്ത്രയാന്റെ മിഷൻ എന്തായിരുന്നു, ടു ഹെൽപ്പ് ദ എംപവർമെന്റ് ഓഫ് ദി 2000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. ഒരു വില്ലേജിലുള്ള 2000 ഫാമിലീസ് ഉണ്ട്. ആ ഫാമിലീസിൻ്റെ മക്കൾ, ഏകദേശം 5000-ഓളം മക്കളുണ്ട്. ആ മക്കളും അവരുടെ പാരൻസ് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് എന്തുള്ളത്, ഒരു പ്രോഗ്രാം ഉള്ളത്. ആ പ്രോഗ്രാമിലാണ് ആര് സംസാരിക്കുന്നത്, APJ അബ്ദുൽ കലാം. നോക്കൂ, ഹിസ് ഇനോഗ്രൽ സ്പീച്ച് വാസ് ടു a mixed audience of 5,000 students and their family members. Right അല്ലേ മക്കളെ? The topic was science empowers the nation. ഇതിൻ്റെ ടോപ്പിക് എന്തായിരുന്നു, അത് പിന്നെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ വേണ്ടി വന്നില്ലായിരുന്നോ? അല്ല, ആ ശാസ്ത്രം എന്ന് പറയുന്നതിൻ്റെ മെയിൻ കണ്ടന്റ് എന്തായിരുന്നു, സയൻസ് എംപവേഴ്സ് ദ നാഷൻ. അതായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ആഫ്റ്റർ ദ സ്പീച്ച്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം hundreds of hands were raised for asking questions. നൂറുകണക്കിന് കുട്ടികൾ, ഹേയ് സാർ, ചോദ്യം ചോദിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൈബന്ധിച്ച സമയത്ത് അദ്ദേഹം 10-12 പേരെ സെലക്ട് ചെയ്തു. The question asked by the teenager from a remote village was really inspiring. അതിൽ റിമോട്ട് വില്ലേജിൽ നിന്ന് ഒരു ആൺകുട്ടി വന്നിരുന്നു. ആ ആൺകുട്ടിയുടെ ചോദ്യം വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. The boy was nervous and he expressed his wish to become a marine engineer. See, ആ കുട്ടിക്ക് ബോയ് വാസ് നെർവസ്, ഭയങ്കര നെർവസ് ആയിരുന്നു കുട്ടി. ആൻഡ് എക്സ്പ്രസ്ഡ് ഹിസ് വിഷ്, അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ആഗ്രഹം പറയാണ്, ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. അവൻക്ക് ഒരു മറൈൻ എഞ്ചിനീയർ ആവണം, ഒരു കപ്പിത്താനാവണം എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണ് എന്ത് ചെയ്യുന്നത്, അവൻ അവിടെ പറയുന്നത് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഒരു കപ്പിത്താനാണ്. സി, അതുപോലെ ഈ കുട്ടീൻ്റെ ആഗ്രഹം എന്തായിരുന്നു പറ, ഒരു കപ്പിത്താനാവണം എന്ന് പറയുന്നത് തൻ്റെ ആഗ്രഹം. ഹൗ ക്യാൻ ഐ ബിക്കം എ മറൈൻ എഞ്ചിനീയർ എന്ന് പറയുന്ന ചോദ്യം ഇവിടെ ചോദിക്കുന്നത് ആ കുട്ടി. ബട്ട് ഹി വാസ് അഫ്രൈഡ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്. അവൻക്ക് അവൻ്റെ ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോട് പോലും ചോദ്യം ചോദിക്കുന്നത് എന്തായിരുന്നു, ശരിക്കും പേടിയിരുന്നു. അത്രയും നെർവസ് ആയിട്ടുള്ള ഒരുത്തനായിരുന്നു കേട്ടോ. ഡോക്ടർ APJ അബ്ദുൽ കലാം കൺഗ്രാജുലേറ്റഡ് ദ ബോയ് ഫോർ ഹിസ് ക്വസ്റ്റ്യൻസ്. അല്ലേ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് APJ അബ്ദുൽ കലാം പറഞ്ഞു, ഈ പൊള്ളിയാന്ന് പറഞ്ഞിട്ടോ. ഇറ്റ് വാസ് റിയലി എ വാല്യുബിൾ ക്വസ്റ്റ്യൻ. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അബ്ദുൽ കലാം റിസൈഡഡ് എ പോയം മീൻസ് റെസ്പോൺസ് ടു ദിസ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിന് മറുപടി ആയിട്ട് APJ അബ്ദുൽ കലാം എന്താ ചെയ്തതെന്ന് അറിയോ, ഒരു പാട്ടങ്ങോട്ട് പാടിക്കൊടുത്തു, ഒരു പോയം. ആ പോയത്തിന്റെ പേരാണെന്ത്, ഐ വിൽ ഫ്ലൈ. എന്താണ് അതിലുള്ളത് നോക്കിക്കോളൂ നിങ്ങൾ. I am born with potential. ഞാൻ പൊട്ടൻഷ്യലോട് കൂടി ജനിച്ച ആളാണ്. I am born with goodness and trust. I am born with ideas and dreams. അല്ലേ, ഞാൻ ഗുഡ്നെസ്സും ട്രസ്റ്റും ഐഡിയാസും ഡ്രീംസും സ്വപ്നങ്ങളോട് കൂടിയൊക്കെ ജനിച്ച ആളാണ്. I am born with greatness. ഞാൻ മഹത്വത്തോടു കൂടി ജനിച്ച ആളാണ്. I am born with confidence. ഞാൻ കോൺഫിഡൻസോട് കൂടി ജനിച്ച ആളാണ്. മാത്രമല്ല പറ, I am born with wings. ഞാൻ
ചിറകുകളോട് കൂടി ജനിച്ച ആളാണ്. ഓ ഐ എം നോട്ട് മെന്റ് ഫോർ സ്ക്രോളിംഗ്, ഞാനിങ്ങനെ എഴയാനുള്ള ആളല്ല. ഐ ഹാവ് വിങ്സ്, ഐ വിൽ ഫ്ലൈ, എനിക്ക് ചിറകുകളുണ്ട്, ഞാൻ പറക്കുക തന്നെ ചെയ്യും. അല്ലേ, സി ഇതിലോട് യൂത്തിനോട് അദ്ദേഹം പറയാണ്, പറക്കാൻ ചിറകുകളുള്ളപ്പോൾ, അല്ലേ, മുന്നിൽ നമുക്ക് പാറാൻ ആകാശവും പറക്കാൻ ചിറകുകളും ഉള്ളപ്പോൾ എന്തിനു നിങ്ങൾ പേടിക്കണം എന്നാണ് ഈ ഒരു കവിതയിൽ മൂപ്പര് പറയുന്നത്. നോക്കൂ, ഹി വാസ് വെരി മച്ച് ഇൻസ്പയർഡ് ബൈ ദിസ് ലൈൻസ്. അല്ലേ, ആ കുട്ടിക്ക് ഈ ഒരു വാക്ക് കേട്ട വളരെ ഇൻസ്പയർഡ് ആയി. ഡോക്ടർ APJ അബ്ദുൽ കലാം told him that his question stands for all fearful people. ആ കുട്ടിനോട് പറഞ്ഞു, അന്റെ ഈ ചോദ്യം പേടിച്ചിരിക്കുന്ന എല്ലാവർക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഈ തരുന്നത് കേട്ടോ. That was such a question. The speaker in the poem says that he has abilities. See, ഈ APJ അബ്ദുൽ കലാം പറയാണ് കുട്ടീനോട്, അനക്ക് എല്ലാ കഴിവുകളുണ്ട്, ഐഡിയാസ് ഉണ്ട്, ഡ്രീംസ് ഉണ്ട് ആൻഡ് കോൺഫിഡൻസ് ഉണ്ട്. ഹി ഹാസ് വിങ്സ് ടു, അവന് ചിറകുകളുണ്ട്. സോ ഹി വോണ്ട് ക്രോൾ, ഒരിക്കലും എഴയരുത്. ഹി വിൽ ഫ്ലൈ ഹയർ ആൻഡ് ഹയർ. അല്ലേ, അവന് ഉയരങ്ങളിലേക്ക് ഉയരുക തന്നെ ചെയ്യും. ആഫ്റ്റർ ദിസ് കലാം അഡ്വൈസ് ഹിം ടു ബി യുണീക്ക്. സി, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം കലാം അവനോട് പറയാട്ടോ, നമുക്ക് ചിറകുകളുണ്ട്, ആകാശമുണ്ട്, നമ്മൾ എന്താവണം, യുണീക്ക് ആവണം. യുണീക്ക് എന്താ യുണീക്ക് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആവണം. ഇമിറ്റേറ്റിംഗ് അതേഴ്സ് വിൽ നോട്ട് മേക്ക് അസ് യുണീക്ക്. ഒരാളെ ചെയ്യുന്നതിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, പറ യുണീക്ക് ആൾ ഡിഫറെൻ്റ് ആവുമോ? ഇല്ല. കലാം ടോൾഡ് ദം ടു ബി യുണീക്ക് ഈസ് എ ഗ്രേറ്റ് ചലഞ്ച്. നമ്മൾ ഡിഫറെൻ്റ് ആവുക, യുണീക്ക് ആവുക, വ്യത്യസ്തനാവുക എന്ന് പറഞ്ഞു കേച്ചാൽ എന്താണ്, പറ വല്ലാത്തൊരു വെല്ലുവിളിയാണ്. ദേ മസ്റ്റ് വർക്ക് ഹാർഡ് അണ്ടിൽ ദേ റീച്ച് ദെയർ ഗോൾ. അവരവരുടെ ലക്ഷ്യം എത്തുന്നവരെ കഷ്ടപ്പെടുക തന്നെ വേണം. അല്ലേ, കഷ്ടപ്പെടുക തന്നെ ചെയ്യണം. അല്ലേ, കഷ്ടപ്പെട്ടാൽ മാത്രമേ, നോ പെയിൻ നോ ഗെയിൻ. നോ പെയിൻ പറ, നോ ഗെയിൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കഷ്ടപ്പാടില്ലെങ്കിൽ, ഇതൊന്നായിട്ട് മാഞ്ഞു പോകണ്ടല്ലോ. നോ പെയിൻ നോ ഗെയിൻ. അല്ലേ, കഷ്ടപ്പാടില്ലെങ്കിൽ വിജയം ഉണ്ടാവില്ല എന്നാണ് കേട്ടോ. അതാണ് ഈ ഒരു പോയത്തിൻ്റെ യുണീക്ക് ആവണം. യുണീക്ക് ആവണമെങ്കിൽ മനുഷ്യന്മാർ എന്ത് ചെയ്യണം, പറ കഷ്ടപ്പെടണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ദെൻ ദ തേർഡ് ചാപ്റ്റർ, യൂണിറ്റ് 1 ചാപ്റ്റർ 3 ഏതാടാ? Quest for a theory of everything. അല്ലേ, കിറ്റി ഗെയിൽ ഫെർഗൂസന്റെ നമ്മളെ പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ കുറിച്ച് പറയുന്ന ഒരു പ്രൊഫൈലാണ് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ നിങ്ങൾ. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഗ്രേറ്റ് സയന്റിസ്റ്റ് ഹു ഹാസ് ഓവർകം ഹിസ് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. സ്റ്റീഫൻ ഹോക്കിങ്സിനെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു വീൽ ചെയറിൽ ഇരുന്നിരുന്ന, അല്ലേ, ഫിസിക്കലി പറ്റ് ചലഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആര് പറ? സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആട്ടോ. അത്രയും ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉള്ള ആളായിട്ട് പോലും മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, ലോകത്തുള്ള സയൻസിന്റെ ലോക ശാസ്ത്രജ്ഞന്മാരിൽ അറിയപ്പെട്ടൊരു വ്യക്തിയായില്ലേ. അതാണ് യുണീക്ക് ആവണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. He made science understandable even to ordinary people. സയൻസ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആരാക്കിയിട്ടുണ്ട്, പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്സിനെ ആക്കിയിട്ടുണ്ട്. ഹി ഈസ് എ കാംബ്രിഡ്ജ് ജീനിയസ്. അല്ലേ, സയന്റിസ്റ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റീസ്. അതിൻ്റെ പേരെന്താണ് പറ? സ്റ്റീഫൻ ഹോക്കിങ്സ് ആട്ടോ. സ്റ്റീഫൻ ഹോക്കിങ്സ്. ക്ലിയർ? നോക്കൂ, ഹി ഈസ് എ Cambridge genius who was the challenges and mortal disease with his willpower and determination. നോക്കൂ, അദ്ദേഹം ഒരു കാംബ്രിഡ്ജിലെ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഹു ഫേസ്ഡ് ദ ചലഞ്ചസ്. അദ്ദേഹം ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. ആൻഡ് ദ മോർട്ടൽ ഡിസീസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഭയാനകരമായ അസുഖത്തെ പോലും അദ്ദേഹം നേരിട്ടു. വിത്ത് ഹിസ് വിൽ പവർ, അദ്ദേഹത്തിൻ്റെ വിൽ പവറിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് കേട്ടോ. ആൻഡ് ഡിറ്റർമിനേഷൻ, ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് മൂപ്പര് മുന്നോട്ട് പോയപ്പോ മൂപ്പർക്ക് എന്ത് ചെയ്തു, ലോകത്തിലുള്ള സയൻസിൽ അറിയപ്പെടുന്ന ആളായി മാറാൻ പറ്റി. ആർക്ക് പറ? സ്റ്റീഫൻ ഹോക്കിങ്സിന് കേട്ടോ. നോക്കൂ, നിങ്ങളെ കമന്റ്സ് ഒന്നും ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ലെറ്റ്സ് ഗോ വൺസ് അഗൈൻ. നോക്കൂ, സ്റ്റീഫൻ ഹോക്കിങ്സ്. ഇതാ നോക്കൂ നിങ്ങൾ. സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ബോൺ ഓൺ January 8, 1942 ഇൻ ഓക്സ്ഫോർഡ്, ഇംഗ്ലണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തരും. എന്നാൽ അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അറ്റ് ദ ഏജ് ഓഫ് 21, 21ാമത്തെ വയസ്സിൽ ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ പേരാട്ടോ. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് എന്തായി, മൂപ്പർ ശരീരത്തിൽ അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന്, അല്ലേ, എല്ലോഡിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അങ്ങനത്തെ ഒരു അസുഖമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു അസുഖം അദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലായി.
At that time, he was a student of cosmology. ആ സമയത്ത് അദ്ദേഹം ഒരു കോസ്മോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു at the University of Cambridge University. It was really a shocking news for him, for Hawking and his family. അയ്യോ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായി. ഏതാ അസുഖത്തിൻ്റെ പേര്? ALS. ALS means amyotrophic lateral sclerosis. അതിൻ്റെ ഷോർട്ട് ആട്ടോ. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് മൊത്തം എന്തായിരുന്നു ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് പറയുമ്പോൾ വളരെ ഷോക്കായിരുന്നു. But he was not completely down. അദ്ദേഹം മൊത്തം ഡൗൺ ആയിട്ടില്ല. വിത്ത് പെസിമിസ്റ്റിക് തോട്ട്സ് അല്ലേ, അദ്ദേഹം എന്താണ് വളരെ അല്ലേ ഒരു സങ്കടം, പെസിമിസ്റ്റിക് സങ്കടത്തിലുള്ള തോട്ടോടെ മൊത്തം ഡൗൺ ആയെന്നോ, അദ്ദേഹം ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു കേട്ടോ. ശ്രദ്ധിക്കുക, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരുന്നു. വൺ ഓഫ് ദം വാസ് ഹിസ് ലവ് വിത്ത് ജെയിൻ വൈൽഡ്. സി, അദ്ദേഹത്തിന് കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരാൾപ്പെട്ട ഒരാളായിരുന്നു ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരാൾ കേട്ടോ. ഹി ഹാഡ് മെറ്റ് ഹർ ബിഫോർ ഹി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ALS. ഈ അസുഖം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ തൻ്റെ ലവറായിട്ടുള്ള കണ്ടിട്ടുണ്ട്, ജെയിൻ വൈൽഡിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ജെയിൻ വൈൽഡിനെ കണ്ടിട്ടുണ്ട്. ഫൈനലി ഹി മാരിഡ് ഹെർ ഇൻ 1965. 1965 ഈ ജെയിൻ വൈൽഡിനെ പിന്നീട് എന്ത് ചെയ്തു, മുമ്പ് കല്യാണം കഴിച്ചു. വി ക്യാൻ സേ ദാറ്റ് ഹിസ് ഡിസീസ് ഹെൽപ്ഡ് ഹിം ടു ബിക്കം ദ ഫേമസ് സയന്റിസ്റ്റ്. നമുക്കിങ്ങനെ പറയാൻ പറ്റും. ശരിക്കും എന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ അസുഖമാണ് മൂപ്പർ എന്താക്കി ശരിക്കും കൂടുതൽ ഫേമസ് ആക്കിയത്. കാര്യം എന്താണ്, ഇത്രയും ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ലോക സയൻസിലേക്ക് കയറി പോകുന്നത്. നോക്കൂ നിങ്ങൾ, വൺസ് ഹി സെഡ്, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, I was born with a life before my illness. എൻ്റെ അസുഖം ഉള്ളതിൻ്റെ, എനിക്ക് അസുഖം ഡയഗ്നോസ് ചെയ്യുന്നതിന് മുന്നിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നതല്ലേ വളരെ എന്തായിരുന്നു, ബോറിംഗ് ആയിരുന്നു എന്ന്. അസുഖം വന്നപ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഒരുപാട് ചിന്തിച്ച് വായിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ. ഹിസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനദർ ഐൻസ്റ്റീൻ ബിഗാൻ ഇൻ ഹിസ് കാംബ്രിഡ്ജ് ഡേയ്സ് അല്ലേ. അദ്ദേഹത്തിൻ്റെ കാംബ്രിഡ്ജ് ഡേയ്സിൽ വീണ്ടും മറ്റൊരു ഐൻസ്റ്റീനായിട്ട് ആര് മാറുകയാണ്, നമ്മളെ സ്റ്റീഫൻ ഹോക്കിങ്സ് മാറുകയാണ്. ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദി യൂണിവേഴ്സ് ഇൻ 1980. 1980 മൂപ്പര് പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ മൂപ്പർ എന്ത് ചെയ്യാണ്, ഒരു പുസ്തകം എഴുതുകയാണ്. നോക്കിക്കോളൂ. ബിഫോർ കംപ്ലീറ്റിംഗ് ദാറ്റ് ബുക്ക്, ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഹി ഹാഡ് ടു അണ്ടർഗോ ഇറ്റ്, എന്തായിരുന്നു, ട്രക്കിയോട്ടമി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ. മൂപ്പര് നെട്ടലിന് ബാധിച്ചൊരു അസുഖമല്ലേ, ഈ അസുഖത്തിന് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, മൂപ്പര് വിധേയനാവുകയാണ്. ആഫ്റ്റർ ഹിസ് ഓപ്പറേഷൻ ഹി ലോസ്റ്റ് ഹിസ് വോക്കൽ സൗണ്ട്. അങ്ങനെ മൂപ്പര് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത സമയത്ത് എന്ത് ചെയ്യുന്നതാണ് മൂപ്പര് ശബ്ദം തന്നെ ഇല്ലാണ്ടായി. ആഫ്റ്റർ ദാറ്റ് ഹീസ് കണ്ടിന്യൂഡ് ഹിസ് വർക്ക്. അതിനുശേഷം മൂപ്പരുടെ വർക്ക് തുടങ്ങും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പിലാണ് പിന്നെ എന്ത് ചെയ്യും മൂപ്പര് ഒരു യൂണിവേഴ്സിനെ കുറിച്ച് എഴുതുന്ന ഒരു പുസ്തകമല്ലേ അല്ലേ, അത് പിന്നീട് കംപ്ലീറ്റ് ആകുന്നത് ഈക്വലൈസർ എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂപ്പർ എന്ത് ചെയ്യുന്നത് പിന്നീട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദിസ് ഹെൽപ്ഡ് ഹിം ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ. സി, അദ്ദേഹത്തിന് കൈയൊന്നും പൊന്തിക്കാൻ പറ്റില്ലല്ലോ. സോ അദ്ദേഹം വേർഡ്സ് ഒക്കെ സെലക്ട് ചെയ്ത് സ്ക്രീനിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ ഓരോ വേർഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സെലക്ട് ചെയ്ത വേർഡുകൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരിക എന്നുള്ളതാണ് കേട്ടോ. ഇൻ 1988 ഹി പബ്ലിഷ് ദിസ് ബുക്ക് ബ്രേവ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന ആ പുസ്തകം എന്ത് ചെയ്തു, അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ഇൻസ്പയർഡ് ഓഫ് ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ്, അദ്ദേഹത്തിന് ക്രിപ്ലിംഗ് ഡിസീസിന്റെ അല്ലേ അതിനേക്കാൾ ഹി ഹാസ് ബിക്കം ദ സൂപ്പർനോവ ഓഫ് ദി ഫിസിക്സ് അല്ലേ. മൂപ്പരെ പിന്നീട് അറിയപ്പെടുന്നത് മൂപ്പര അസുഖത്തിന്റെ പേരിലാണോ? അല്ല, മൂപ്പരനെ സയൻസിലെ അല്ലേ മൂപ്പരെ തകർക്കാൻ പറ്റുന്ന വലിയ ഒരാള് ഇനി സത്യത്തിൽ ജീവിക്കാൻ പോലും സാധ്യതയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. കാര്യം മൂപ്പരുടെ ഫിസിക്കലി കംപ്ലീറ്റ് ഔട്ടായ ഒരു വ്യക്തി. സി, അദ്ദേഹത്തിന് ഫിസിക്കലി കൊടുക്കേണ്ട എല്ലാ എനർജിയും ദൈവം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രെയിനിന് കൊടുത്തു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തെക്കുറിച്ച് മൂപ്പർ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് കേട്ടോ. സോ നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ നോക്കൂ. ഈഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് യൂണിറ്റ് 1 ചാപ്റ്റർ 4. ഇതോടുകൂടി യൂണിറ്റ് 1 തീരാട്ടോ. റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഒരു പോയാണ് കേട്ടോ, ഒരു പോയം. റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ ഒരു പോയാണ്, പോം എന്നാണ് പറയാട്ടോ. പോം നോക്കൂ നിങ്ങൾ, ആവണമെങ്കിൽ അല്ലേ, എങ്കിൽ അതിൻ്റെ അർത്ഥം എ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. സി, ഈ ചാപ്റ്ററിൽ അച്ഛൻ മോനോട് പറയാണ് എന്തെന്നറിയോ, എങ്ങനെ ഒരു പെർഫെക്റ്റ് മാൻ ആവും എന്നുള്ളത്. ദ ഫാദർ ഹിംസെൽഫ് ഈസ് ദ സ്പീക്കർ ഓഫ് ദിസ് പോയം. ഈ കവിതയിൽ സ്പീക്കർ എന്ന് പറയുന്ന ആരെന്നെയാണ് ഫാദർ തന്നെയാണ് എന്ന്. ഹി അഡ്വൈസസ് ഹിസ് സൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. എങ്ങനെ ഒരു പെർഫെക്റ്റ് മാൻ ആവണം എന്നുള്ളത് തൻ്റെ മകൻ പിന്നെ അഡ്വൈസ് ചെയ്യാൻ കേട്ടോ. അതായത് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ ഹി ഹാസ് ടു ഫോളോ സർട്ടൻ വെർച്യൂസ് അല്ലെങ്കിൽ വാല്യൂസ് അല്ലെങ്കിൽ സർട്ടൻ അഡ്വൈസസ്. സി, ഒരു പെർഫെക്റ്റ് മാൻ ആവണമെങ്കിൽ കുറച്ച് അഡ്വൈസ് എന്ത് ചെയ്യണം, ഫാദറിൻ്റെ അഡ്വൈസ് ഈ ചെക്കൻ എന്ത് ചെയ്യണം, ചെക്കൻ എന്നല്ല മകൻ ഫോളോ ചെയ്യണം കേട്ടോ. ശ്രദ്ധിച്ചോളും.
Yes, the son has to follow so many conditions to become a perfect man, right? ശ്രദ്ധിച്ചു കേട്ടോളൂ. Father says his son to become a perfect man, he has to follow his advice. തൻ്റെ അഡ്വൈസ് എന്ത് ചെയ്യണം? മോൻ ഫോളോ ചെയ്യണം. It needs some qualities to become a perfect man, which is, see, പെർഫെക്റ്റ് മാനാണ് ഇത്രയും ക്വാളിറ്റീസ് വേണം. കോൺഫിഡൻസ്, പേഷ്യൻസ്, ഹോണസ്റ്റി, ട്രസ്റ്റ്, കറേജ്. റിപ്പീറ്റ് പറ. കോൺഫിഡൻസ്, പേഷ്യൻസ്, ക്ഷമ, ഹോണസ്റ്റി, സത്യസന്ധത, അല്ലേ, ട്രസ്റ്റ്, സത്യസന്ധത, അതുപോലെ തന്നെ കറേജ്, ധൈര്യമൊക്കെ വേണമെന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറ. ഒരു മനുഷ്യൻക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ. നോക്കൂ നിങ്ങൾ. ഹി സേസ് ടു ഹിസ് സൺ ടു ബിക്കം എ കാം ആൻഡ് കോൾഡ്, അല്ലേ, കാം ആൻഡ് കൂൾ ആട്ടോ. കാം ആൻഡ് കൂൾ, കോൾഡ് അല്ല, കാം ആൻഡ് കൂൾ. നമ്മൾ അല്ലേ ശാന്തനാവണം. എപ്പോ? ഈവൻ വെൻ അതേഴ്സ് ബ്ലെയിം ഹിം, മറ്റുള്ളവർ നിന്നെ എന്ത് ചെയ്യണം? കുറ്റപ്പെടുന്ന സമയത്ത്. വെൻ പീപ്പിൾ ഡൗട്ട് ഹിം, മറ്റുള്ളവർ നിന്നെ സംശയിക്കുമ്പോൾ, ഹി ഷുഡ് ട്രസ്റ്റ് ഹിംസെൽഫ്, അവൻ സ്വയം എന്ത് ചെയ്യണം? പറ. അല്ലേ, അയ്യോ എന്തിന് ഞാൻ എന്തിന് മറ്റുള്ളവർ ഇങ്ങനെ തെറ്റിദ്ധരിക്കും, ഞാൻ എന്തിന്, അല്ലേ, ഞാൻ ബേജാറാകേണ്ട ആവശ്യമില്ല. ട്രസ്റ്റ് ഹിംസെൽഫ്. ഹി ഷുഡ് ബി കോൺഫിഡൻറ്റ്, അവൻ തീർച്ചയായിട്ടും കോൺഫിഡൻ്റ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം, അല്ലേ, മറ്റുള്ള കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഇങ്ങനെ കോൺഫിഡൻ്റ് നിന്നാൽ മതിയോ? നോ. അറ്റ് ദ സെയിം ടൈം ഹി ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ഡൗട്ട് ഹിം. എന്തിനാ ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഡൗട്ട് ചെയ്യിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്ത് ചെയ്യണം? അവൻ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഹി ഷുഡ് കീപ് പേഷ്യൻസ് വൈൽ റൈറ്റിംഗ് അല്ല, അല്ലേ, വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, വേറൊരാൾക്ക് വേണ്ടി കാത്തിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്തോ നമ്മൾ എന്ത് ചെയ്യണം? പറ. ഷുഡ് കീപ് പേഷ്യൻസ്, ക്ഷമ ഉള്ളവനാവണം എന്ന്. വൺ പീപ്പിൾ ടെൽ ഹിം ലൈ, മറ്റുള്ളവർ നിന്നോട് കള്ളം പറയുമ്പോൾ, ഹി ഷുഡിൻറ്റ് ഫോളോ ദം. ഫോളോ ഇല്ല, ഹി ഷുഡിൻറ്റ് ഫോളോ ദം. ഒരിക്കലും എന്ത് ചെയ്യരുത്? കള്ളം പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്ത് കൂട്ടുകൂടരുത് എന്ന്. പീപ്പിൾ മേ ഹേറ്റ് ഹിം, ജനങ്ങൾ അവനെ വെറുത്തേക്കാം. സി മോനെ, ജനങ്ങൾ നിന്നെ വെറുത്തേക്കാം, ബട്ട് ഹി ഷുഡിൻറ്റ് ഹേറ്റ് ദം. പക്ഷെ ഈ ജനങ്ങൾ എന്ത് ചെയ്യരുത്? വെറുക്കരുത്. ഡോണ്ട് ബി ഷോ ഓഫ്, വെറുതെ കാട്ടിക്കൂട്ടലിൻ്റെ ആളാവരുത്. ടൂ മച്ച് ഹീറോയിസം ഈസ് നോട്ട് ഗുഡ്. ഞാൻ വലിയ ആളാന്നൊക്കെ പറയില്ലേ, അത് നല്ലതല്ല എന്നിട്ടോ. ഹി ഷുഡ് ഹാവ് ഡ്രീം ബട്ട് നോട്ട് ബി എ ഡ്രീമർ. അതൊക്കെ സ്വപ്നങ്ങൾ വേണം, പക്ഷെ എന്ത് ചെയ്യരുത്? ഫുൾ ടൈം സ്വപ്നജീവിയായി മാറരുത് എന്നിട്ടോ. നോക്കൂ, ആക്ട് ഓൺ റിയാലിറ്റി. റിയാലിറ്റിയിൽ എന്തിനാ ആക്ട് ചെയ്യണം? ഹി മസ്റ്റ് തിങ്ക് ആൻഡ് ആക്ട്. ചിന്തിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? കാര്യങ്ങൾ എന്ത് ചെയ്യാൻ? പ്രവർത്തിക്കാൻ കേട്ടോ. ഹി ഷുഡ് ഫേസസ് ആൻഡ് ഫെയിലിയർ ഇൻ ദ സെയിം മാനർ, അല്ലേ. ഓൻ എന്ത് ചെയ്യണമെന്നോ? ഹി ഷുഡ് തീർച്ചയായിട്ടും അവൻ ഫേസ് ചെയ്യണം. എന്തിനാ? സക്സസ്, വിജയത്തെയും, ഫെയിലിയർ, പരാജയത്തെയും, ഇൻ സെയിം മാനർ. അയ്യോ ഞാൻ വിജയിച്ചു, വലിയ സംഭവം, നോ. ഞാൻ പരാജയപ്പെട്ടു, ടൈം പൊട്ടി, സങ്കടം, നോ, നെവർ. ഹി ഷുഡ് ഫേസ് സക്സസ് ആൻഡ് ഫെയിലിയർ ഇൻ സെയിം മാനർ. നോക്കൂ, ഹി ഷുഡൻറ്റ് കൺസിഡർ ദം ആസ് ഫൈനൽ. അതൊരിക്കലും എന്ത് ചെയ്തു? അവൻ ഫൈനലാന്ന് തെറ്റിദ്ധരിക്കരുത്. എങ്ങനെയാ? വിജയിച്ചു എന്നാൽ പിന്നെ ഫുൾ ടൈം ഞാനാണ് വിജയിനോ, അങ്ങനെ കരുതരുത്. പരാജയപ്പെട്ടോ, അയ്യോ ഞാൻ തോൽവിനോ, അങ്ങനെയും കരുതരുത് എന്നിട്ടോ. Others may twist his words. മറ്റുള്ളവർ അവൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചേക്കാം, ബട്ട് ഹി മസ്റ്റ് fall into that trap. ഒരിക്കലും തീർത്ത് ആ ട്രാപ്പിൽ ഈ വീഴരുത്. He should be prepared to take risk in life. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ എന്ത് ചെയ്യണം? പറ. തയ്യാറായിരിക്കണം എന്ന് പറയുന്ന. ഈവൻ വെൻ ദ റിസൾട്ട് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ആർ ഡിസ്ട്രോയിഡ് ഓർ ലോസ്റ്റ്, ഹി ഷുഡൻറ്റ് ഗെറ്റ് അപ്സെറ്റ്. അവൻ്റെ ഈവൻ ദ റിസൾട്ട് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ഉണ്ടാവില്ലടാ, അവൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് എന്താവാം? ഡിസ്ട്രോയിഡ്, ഒന്നുമില്ലാണ്ടായി മാറിയേക്കാം, അല്ലേ, പറ്റ് നശിച്ച് പണ്ടാരടങ്ങിയേക്കാം. ഓർ ലോസ്റ്റ്, അല്ലേ, അവൻ്റെ കഷ്ടപ്പാട് കംപ്ലീറ്റ് ഒന്നും അല്ലാണ്ടായി മാറിയേക്കാം. ഹി ഷുഡൻറ്റ് ഗെറ്റ് അപ്സെറ്റ്. ഓൺ ടെൻഷൻ അടിക്കരുത് എന്നിട്ടോ. He shouldn't be tell about his loss to others. അവൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഒരാളോട് എന്ത് ചെയ്യരുത്? പറയരുത്. നോക്കൂ നിങ്ങൾ, he should get ready to build them up. അവൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവൻ എന്ത് ചെയ്യണം? പറ. get ready to build them up. അത് ഉയർത്തിക്കൊണ്ടുവരാൻ അവൻ തയ്യാറാവണം. start from the beginning, തുടക്കം തുടങ്ങുക, and find the success again. See, ടെൻഷൻ അടിക്കരുത്, വീണ്ടും എന്ത് ചെയ്യണം? പറ. മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം എന്ന്. no yes yes, the first unit is going to end right now. Okay, fine. നോക്കിക്കോളൂ. He should keep his virtues. അവൻ്റെ virtues അവൻ കീപ്പ് ചെയ്യണം. while talking other people, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോഴേ നമ്മളെ വെർച്യു എന്ത് ചെയ്യണം? പറ. കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക. സത്യസന്ധത കീപ്പ് ചെയ്ത് കൊണ്ടുപോകണടാ. മറ്റുള്ളവർ കള്ളം പറയാൻ പാടുണ്ടോ? നോ. If he reaches in higher position, ഓന് ഉയരങ്ങളിൽ എത്താണെങ്കിലോ, he shouldn't forget the common people. കോമൺ പീപ്പിളിന് ഒരിക്കലും എന്ത് മറക്കരുത്. ഞാൻ രാജാവാണെങ്കിൽ പടകളെ, അല്ലേ, അയ്യോ നോ, ഒരിക്കലും അങ്ങനെ ആവരുത്. പൈസക്കാരനാണെങ്കിലും പാവപ്പെട്ട തൻ്റെ ചെങ്ങൈമാരെ ഒരിക്കലും മറക്കരുത് എന്ന്. he should use time effectively. സമയത്ത് എന്ത് ചെയ്യണം? പറ. എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. never waste a minute. ഒരു മിനിറ്റ് പോലും എന്ത് ചെയ്യരുത്? പറ. never waste. ഒരിക്കലും എന്ത് ചെയ്യരുത്? വേസ്റ്റ് ആക്കരുത്. if he can follow all these things, he will be a successful man or a perfect man on earth. ഇത്രയും കാര്യങ്ങൾ ഈ ഫോളോ ചെയ്യണമെങ്കിൽ മോനെ, ഈ ആയിരിക്കും ലോകത്തിലുള്ള ഏറ്റവും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ. റൈറ്റ്.
കഴിഞ്ഞില്ലേ സെറ്റ് കേട്ടോ നോക്കിക്കോളൂ നത്തിങ് മോർ സി യൂണിറ്റ് 2 ചാപ്റ്റർ 1 യൂണിറ്റ് 2 പറ ചാപ്റ്റർ 1 ആൻഡ് ദെൻ ഗാന്ധി കെയിം ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം നെഹ്റൂസ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള ചെറിയൊരു പോർഷൻ ആട്ടോ നമ്മൾ എടുത്തു പോകുന്നത് നോക്കിക്കോളൂ നിങ്ങൾ കണ്ടീഷൻ ഓഫ് ഇന്ത്യൻസ് ബിഫോർ ഗാന്ധി ഇങ്ങനെ കുറച്ച് ഹെഡിങ്ങിലാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹെഡിങ് വെച്ചിട്ട് തന്നെ എന്തുണ്ടാവും ചോദിക്കാൻ എന്തുണ്ട് സാധ്യത ഉണ്ട് സോ നോക്കിക്കോളൂ നിങ്ങൾ നെഹ്റു റൈറ്റ്സ് അബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധി ടു ഇന്ത്യൻ പൊളിറ്റിക്സ് ഈ ഒരു ഇതിൽ എഴുതുന്നത് നെഹ്റു എഴുതുന്നത് തന്നെയാണ് ടൈംലി അറൈവൽ ഓഫ് ഗാന്ധി ടു ഇന്ത്യൻ പൊളിറ്റിക്സിലേക്കുള്ള ഗാന്ധിജിന്റെ ടൈംലി അറൈവൽ ആട്ടോ നോക്കിക്കോളൂ മക്കളെ ഒരു മിനിറ്റ് യെസ് നോക്കിക്കോളൂ ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ അത് എങ്ങനെയായിരുന്നു പറ ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ എന്ന് പറയുന്നുണ്ട് ഇറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ് അതെല്ലാ നോക്കിക്കോളൂ ഹി ഡിസ്ക്രൈബ്സ് ദാറ്റ് അദ്ദേഹം പറയുന്നുണ്ട് ട്രബിൾസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഇന്ത്യ ഹാഡ് സഫർ ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാർ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട് അതിനെക്കുറിച്ച് ആദ്യം പറയുന്നത് കേട്ടോ കണ്ടീഷൻ ഓഫ് ഇന്ത്യൻസ് ബിഫോർ ഗാന്ധീസ് അറൈവൽ ആട്ടോ പ്രോബ്ലം ഓഫ് പീപ്പിൾ വേർ പോവർട്ടി ജനങ്ങളുടെ പ്രശ്നം പോവർട്ടി അല്ലേ എന്താ ദാരിദ്ര്യം അൺഎംപ്ലോയ്മെൻറ്റ് ജോലിയില്ലായ്മ ആൻഡ് സ്റ്റാർവേഷൻ പട്ടിണി മുതലായവയായിരുന്നു ദേ വർ ഹെൽപ്ലെസ് ആൻഡ് ഹോപ്പ്ലെസ് അവർക്ക് സഹായിക്കാൻ ആരുമില്ല പ്രതീക്ഷ ഇല്ലാത്ത ആളുകളായിരുന്നു ദ മെയിൻ പ്രോബ്ലം ഓഫ് ഇന്ത്യൻ അല്ലേ ഇന്ത്യക്കാരുടെ പ്രധാന പ്രശ്നം അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ഫിയർ അല്ലേ പേടിയായിരുന്നു എന്തായിരുന്നു പറ പേടി വിച്ച് മീൻസ് ഫിയർ ഓഫ് എവറിത്തിങ് എല്ലാത്തിനെയും എന്തായിരുന്നു അവർക്ക് പേടിയായിരുന്നു ഫിയർ ഓഫ് ആർമീനെ പേടിയായിരുന്നു ഫിയർ ഓഫ് പോലീസ് ഫിയർ ഓഫ് ലോ ഫിയർ ഓഫ് ലാൻഡ് ലോഡ് അല്ലേ എല്ലാത്തിനും ആർക്ക് പേടിയായിരുന്നു പറ ഇന്ത്യക്കാർക്ക് അറൈവൽ ഓഫ് ഗാന്ധി അങ്ങനെയാണ് ഗാന്ധിയുടെ വരവ് ഇറ്റ് വാസ് അറ്റ് ദിസ് ടൈം ഈ സമയത്തായിരുന്നു ഗാന്ധി ഗെയിം ടു ഇന്ത്യൻ പൊളിറ്റിക്സ് ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരാം കേട്ടോ ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ അല്ലേ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ അല്ലേ അങ്ങനെയായിരുന്നു വല്ലാത്തൊരു വരവായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവ് നോ ഇറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ് എല്ലാ അല്ലേ ഒരു വല്ലാത്തൊരു പ്രകാശമായിട്ടാണ് മൂപ്പർ വരുന്നത് ബീം ഓഫ് ലൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പ്രകാശ ഗോപുരം പോലെ വന്നപ്പോൾ ഇറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ് എല്ലാ ഇരുട്ടിനെയും ഇല്ലാണ്ടാക്കി അന്ധകാരത്തെ ഇല്ലാണ്ടാക്കി നടത്തട്ടോ ഹി എൻകറേജ്ഡ് ദം ടു ആക്ട് വിത്ത് കറേജ് ജനങ്ങളോട് മൂപ്പർ എന്ത് ചെയ്തു അറിയോ ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞു ഗാന്ധി വാസ് എൻ ഓർഡിനറി മാൻ ഗാന്ധി ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അവരെ കൂടെ ജീവിച്ചത് കേട്ടോ ഹി വാസ് നോട്ട് എ സൂപ്പർമാൻ അദ്ദേഹം ഒരു സൂപ്പർമാൻ ആയിരുന്നില്ല ഏതുപോലെ ടോവിനെ പോലെ ടു ഡു മിറാക്കിൾ ഓൺ എ സഡൻ പെട്ടെന്ന് തന്നെ അത്ഭുതങ്ങൾ ഉണ്ടാക്കുക ആണ്ട് ചൂണ്ടുമ്പോൾ കാറ്റുണ്ടാവുക എന്നോ അങ്ങനെ അത്ഭുതങ്ങളൊന്നും കാട്ടി മനുഷ്യനല്ല സാധാരണ ഒരു മനുഷ്യനായിരുന്നു ബട്ട് ഹി അഡ്വൈസ്ഡ് പീപ്പിൾ ടു സ്റ്റോപ്പ് ദെയർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ സി ജനങ്ങളോട് പറഞ്ഞു എടാ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ എന്തിനാണ് നിങ്ങളിങ്ങനെ ആ ചൂഷണത്തിന് വിധേയമാണെന്നൊക്കെ പറഞ്ഞ് മൂപ്പർ എന്ത് ചെയ്തു ജനങ്ങളെ അഡ്വൈസ് ചെയ്തു ഹി വാണ്ടഡ് ടു അവോയ്ഡ് പോവർട്ടി അദ്ദേഹം പോവർട്ടി വേണ്ടാന്ന് വെക്കണം അല്ലേ നമ്മൾ പോവർട്ടി ഉണ്ടാവരുത് നമുക്ക് ആൻഡ് മിസറി ദുരിതം ഉണ്ടാവരുത് ഫ്രം ദ ലൈവ്സ് ഓഫ് ഇന്ത്യൻസ് അല്ലേ സി അദ്ദേഹം എന്ത് ചെയ്തു ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ എന്ത് ചെയ്തു പറ ഇല്ലാണ്ടാക്കി ഹിസ് ടീച്ചിങ് ഇൻസ്റ്റിൽഡ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് അദ്ദേഹത്തിന്റെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഫിയർലെസ്നെസ് എന്താ ഫിയർലെസ്നെസ് എന്ന് പറഞ്ഞാൽ പറ പേടിയില്ലായ്മ ആൻഡ് ട്രൂത്ത് അല്ലേ നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോളൂ നെക്സ്റ്റ് ഹി ഹിംസെൽഫ് ഷോഡ് ആൻ എക്സാമ്പിൾ ഓഫ് നിർഭയ അല്ലേ പേടിയില്ലായ്മക്ക് മൂപ്പരൻ എന്തായിരുന്നു പറ പേടിയില്ലായ്മക്ക് മൂപ്പരൻ ഒരു എക്സാമ്പിൾ ആയിരുന്നു വിച്ച് മീൻസ് ആബ്സെൻസ് ഓഫ് ഫിയർ അല്ലേ പേടിയില്ലായ്മ എന്നുള്ളതിന് മൂപ്പരൻ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഗാന്ധി റൈസർ ഈ സ്ട്രോങ് വോയിസ് അഗെയിൻസ്റ്റ് ഓൾ ദി ഈവിൾസ് അല്ലേ ഓൾ ദിസ് ഈവിൾസ് ഒരുപാട് ഈവിൾ തിങ്സ് എവിടെ ഉണ്ടായിരുന്നു അല്ലേ ഈ ഇന്ത്യക്കാരുടെ ഇടയിൽ എന്തിനൊക്കെ എതിരായിട്ട് മൂപ്പരുടെ സ്ട്രോങ് വോയിസ് ഉയർത്തി നെഹ്റു പറയുന്നുണ്ട് ദാറ്റ് ദ ട്രൂത്ത് ഈസ് ദ ക്ലോസ് കമ്പാനിയൻ ഓഫ് ഫിയർലെസ്നെസ് സി നെഹ്റു പറയുന്നൊരു വാക്കിൻ്റെ ട്രൂത്ത് സത്യസന്ധതയാണ് എ ക്ലോസ് കമ്പാനിയൻ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഓഫ് ഫിയർലെസ്നെസ് പേടിയില്ല നിർഭയത്വത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ എന്താണ് സത്യമാണ് അതായത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്തിനു പേടിക്കണം എന്ന് പറയുന്നൊരു വാക്കാട്ടോ നിങ്ങൾ മനസ്സിലാക്കണം ഗാന്ധി ടോട്ട് ദം ദ എസെൻഷ്യൽ നാച്ചർ ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ കോർ എന്താണെന്നുള്ളത് എന്ത് ചെയ്തു സത്യം പറഞ്ഞാൽ മതി നിങ്ങൾ എന്തിനു പേടിക്കണം എന്നുള്ളത് ആര് പഠിപ്പിച്ചു ഗാന്ധി ഇന്ത്യക്കാരെ പഠിപ്പിച്ചു ദോ ഹി കുഡ് നോട്ട് മേക്ക് എ ടോട്ടൽ ചേഞ്ച് എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് വാസ് വിസിബിൾ among people അല്ലേ അദ്ദേഹം മൊത്തം മാറ്റാൻ പറ്റിയില്ലെങ്കിലും മൂപ്പർ ഇങ്ങനെ കൊണ്ടുവന്നുള്ള ഈ ചേഞ്ചുകൾ ഉണ്ടാവില്ലേ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ എന്തൊരു മാറ്റം വരാൻ തുടങ്ങി
There was a psychological reaction from the people. ജനങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് ഒരു സൈക്കോളജിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ടോ. They raised their voice against the British humiliation. അല്ലേ, ബ്രിട്ടീഷ് ഹ്യൂമിലിയേഷനെതിരെ, അല്ലേ, ബ്രിട്ടീഷ് ഹ്യൂമിലിയേഷനെതിരെ മൂപ്പർ എന്ത് ചെയ്തു പറ, they raised their voice. അവരുടെ ശബ്ദങ്ങൾ ഉയർത്താൻ തുടങ്ങിയാൽ ജനങ്ങള്. ഗാന്ധി stood as a symbol of അൺകോംപ്രമൈസിങ് ട്രൂത്ത്. അല്ലേ, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യപ്പെടാത്ത സത്യത്തിന് വേണ്ടിയിട്ട്, അല്ലേ, അതിൻ്റെ ഒരു സിമ്പിളായിട്ടായിരുന്നു നമ്മുടെ ഗാന്ധി നിന്നു. നെക്സ്റ്റ് നോക്കിക്കോളൂ, അദ്ദേഹത്തിൻ്റെ കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. ഈ ടു ഫോൾഡ് ആക്ഷനെ കുറിച്ച് എപ്പോഴും ചോദിക്കലുണ്ട്. സോ കോൾ ഓഫ് ആക്ഷൻ ടു ഫോൾഡ് ആക്ഷൻ ആട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്, മനസ്സിലായിക്കോളൂ. ഒന്നെന്താന്ന് വെച്ചാൽ ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുക. ഇറ്റ് വാസ് ടു ഗെറ്റ് ദ ഫ്രീഡം, എന്തിനായിരുന്നു പറ, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവിൾസ്, നമ്മൾക്കിടയിൽ ഉണ്ടായിരുന്ന, ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ഈവിൾസ് ഉണ്ടായിരുന്നു, അല്ലേ, തിന്മകൾ, സാമൂഹിക തിന്മകൾ, അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂപ്പർ ടു ഫോൾഡ് ആക്ഷൻ. ഇറ്റ് വാസ്, അല്ലേ, ഫോർ നാഷണൽ യൂണിറ്റി. എന്തിനാണത് പറ, ജനങ്ങളൊക്കെ ഓരോരോ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. സോ നാഷണൽ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവിൾസ്. എന്തൊക്കെയായിരുന്നടാ, ഇറ്റ് ഇൻക്ലൂഡ്സ് മൈനോറിറ്റി പ്രോബ്ലംസ്, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, ക്ലാസ് പ്രോബ്ലംസ്, അല്ലേ, ഉയർന്ന ജാതിയാണ്, താഴ്ന്ന ജാതിയാണ്, അല്ലേ, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് നമ്മളെന്താണ് യുണൈറ്റ് ആവല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരു യൂണിറ്റി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. ഇതായിരുന്നു ഒരു ടു ഫോൾഡ് ആക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഗാന്ധീസ് ഡ്രീം അബൌട്ട് ഇന്ത്യ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. ഗാന്ധീസ് ഡ്രീം അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഇതിൽ ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഹി വാസ് മോൾഡിങ് എ ന്യൂ ഇന്ത്യ ബേസ്ഡ് ഓൺ ഹിസ് വിഷസ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് മൂപ്പർ എന്ത് ചെയ്ത് ഇന്ത്യക്കാരെ ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇൻ ഹിസ് ഡ്രീം അബൌട്ട് ഇന്ത്യ ഓൾ പീപ്പിൾ ആർ സെയിം. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഇന്ത്യക്കാരെല്ലാവരും ഒരുപോലെയായിരുന്നു. നോക്കിക്കോളൂ, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. പാവപ്പെട്ടവന്റെയും പണക്കാരൻ്റെ ഇടയിൽ എന്തില്ല, വ്യത്യാസമില്ല. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്, ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്, റിച്ച് ആൻഡ് പുവർ. ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൻ, സ്ത്രീൻ്റെയും പുരുഷന്മാർക്കിടയിൽ വ്യത്യാസമില്ല. ഹി വാസ് അഗെയിൻസ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. കള്ളുടിക്കരുത്, ഡ്രഗ്സ് അടിക്കരുത്, അതിനൊക്കെ എതിരായിരുന്നു. ഇൻ ഹിസ് ഡ്രീം ഇന്ത്യ, അല്ലേ, ഇന്ത്യ, അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഇന്ത്യയിൽ ദർ ആർ നോ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരിക്കലും എന്തുണ്ടായിരുന്നില്ല പറ, ഡ്രിങ്ക്സും ഡ്രഗ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലായിക്കോളൂ. There is no untouchability, like in his dream India. He accepted all religions, like അദ്ദേഹം എല്ലാ മതത്തെയും അക്സെപ്റ്റ് ചെയ്തു. ആസ് ഇൻ ഇന്ത്യൻ കൾച്ചർ, ഏതുപോലെ ഇവിടെ ഒരു ഇന്ത്യൻ കൾച്ചറാണത്, എല്ലാ മതങ്ങളും ഇന്ത്യൻ്റെ കൾച്ചറാണ്. ഇന്ത്യൻ കൾച്ചർ ഈസ് മിക്സ്ചർ ഓഫ് ഓൾ റിലീജിയൻസ്. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് എല്ലാ റിലീജിയൻ്റെയും, അല്ലേ, എല്ലാ റിലീജിയൻ്റെയും ഒരു മിക്സ്ചറാണ് എന്ത് പറ, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്. That's all about that chapter. Then the unit 2 second chapter 2 ആണ് the price of flowers. PK മുഖോപാധ്യായ എഴുതിയിട്ടുള്ളതാണ്. ഈസി റൈറ്റ്. നോക്കൂ, നമുക്ക് ചാപ്റ്ററിലേക്ക് കയറാം. The story takes place in London. See, റെഡി അല്ലേ, നിങ്ങളെ സെറ്റ് അല്ലേ, ശ്രദ്ധിച്ച് പോരിട്ടാ. ഈസി ഷോർട്ട് സമ്മറി അല്ലേ. The story takes place in London. നടക്കുന്ന എവിടെയാണ്, ലണ്ടനിലാണ്. It begins at 1 o'clock at noon. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നടക്കുന്നത്. The narrator മിസ്റ്റർ ഗുപ്ത. അതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ഒന്ന് ഗുപ്ത എന്ന് പറയുന്ന ഒരു ചങ്ങായിണ്ട്, ഇന്ത്യക്കാരനാണ്. ഗുപ്ത എവിടെയാണ് അത്, ഗുപ്ത. അടുത്തത് മാഗി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്, 10, 13, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. പിന്നെ ഈ മാഗിൻ്റെ അമ്മയുണ്ട്. മാഗിക്ക് ഒരു ബ്രദർ ഉണ്ട്, ഫ്രാങ്ക് എന്ന ചങ്ങായി. അവന് പിന്നെ ഇന്ത്യയിൽ ഒരു മിലിറ്ററി ആയിട്ട് വർക്ക് ചെയ്യണം. ഇത്രയും ക്യാരക്ടേഴ്സ് അതിലുള്ള, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ദ സ്റ്റോറി ടേക്സ് പ്ലേസ് ഇൻ ലണ്ടൻ. 1 മണിക്കാണ്. ദ നെറേറ്റർ ഗുപ്ത ഫീൽസ് ഹംഗ്രി. ഹി ഗോസ് ടു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അവന് ഈ ഗുപ്തക്ക് വിശന്നപ്പോന് പിന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇന്ത്യക്കാരനാണ് ഇപ്പോൾ എവിടെ ഉള്ളത് പറ, ലണ്ടനിലാട്ടോ. ഹി മീറ്റ്സ് എ പുർ ഇംഗ്ലീഷ് ഗേൾ നെയ്മഡ് മാഗീനെ എന്ത് ചെയ്യാണ്, ആ ഹോട്ടലിൽ കാണുകയാണ്. മാഗി എന്ന് പറഞ്ഞ പെൺകുട്ടീനെ ഫ്രം ദ റെസ്റ്റോറൻറ്റ്. She had been watching him. She was trying to find him as an Indian to clarify her doubts on India. See, ഈ പെൺകുട്ടി ഇവനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇന്ത്യനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. The girl thought that India was a dangerous country full of tigers and snakes and fevers. അവൾക്ക് ഇന്ത്യനെ പേടിയായിരുന്നു. കാര്യം അവളുടെ വിചാരത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞു വെച്ചാൽ ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്, അസുഖങ്ങളും പാമ്പുകളും, അല്ലേ, അതുപോലെ ടൈഗറൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഏത് രാജ്യം, ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഇന്ത്യനെ കുറിച്ച് പേടിയായിരുന്നു. She was afraid of India. അവൾക്ക് ഇന്ത്യനെ ഭയങ്കര പേടിയായിരുന്നു. ഹർ ബ്രദർ ഫ്രാങ്ക് വാസ് ഇൻ ഇന്ത്യ. അവളുടെ ബ്രദർ ഫ്രാങ്ക് എവിടെയായിരുന്നു, ഇന്ത്യയിലായിരുന്നു. ഹാസ് ഹി വാസ് എ സോൾജർ ഇൻ ദ മിലിറ്ററി സർവീസ്. ഓളെ ബ്രദർ എവിടെയായിരുന്നു പറ, ഇന്ത്യയിൽ ഒരു മിലിറ്ററി സർവീസിലായിരുന്നു കേട്ടോ. ഹി വാസ് എ സോൾജിയർ. ദർ വാസ് നോ ന്യൂസ് ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം. കുറച്ച് കാലമായിട്ട് പോയിരുന്നില്ല, ഒരു വിവരമില്ല. മാഗി ആൻഡ് ഹെർ മദർ വേർ വറീഡ്. അതിനെക്കുറിച്ച് ഓല് ഭയങ്കര സങ്കടത്തിലായിരുന്നു, മാഗി മോളെ മദർ കേട്ടോ. ദേ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു. അവർക്ക് അറിയില്ലായിരുന്നു ഈ ഫ്രാങ്കിന് എന്ത് സംഭവിച്ചു. ഇന്ത്യയിൽ പോയതല്ലേ. സി, അന്ന് ഇന്ത്യ ഭരിക്കുന്ന ആരാണ്, ബ്രിട്ടീഷാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് ആര് പോകുന്നത്,
പിന്നെ ഈ ഫ്രാങ്ക് എന്ന് പറയുന്ന ചങ്ങായി പിന്നെ മിലിറ്ററി ആയിട്ട് പോകുന്നത് കേട്ടോ. സി നോക്കിക്കോളൂ. സോ മാഗി വാസ് സെർച്ചിങ് ഫോർ എൻ ഇന്ത്യൻ ടു ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് ഓൺ ഇന്ത്യ. അല്ലേ, മാഗി ഇങ്ങനെ ഒരു ഇന്ത്യക്കാരനെ കിട്ടാൻ കാത്തിക്കായിരുന്നു. കാര്യം എന്താണ്, അവൻ പോയിട്ടൊരു അഡ്രസ്സും ഇല്ലല്ലോ. അപ്പോൾ അതിനൊരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇന്ത്യക്കാരനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഷീ വാണ്ടഡ് ടു നോ ഇഫ് ഗുപ്ത വാസ് ഇൻ ഇന്ത്യൻ. അവർക്ക് ഈ ഹോട്ടലിൽ കണ്ടിട്ടുള്ള ഗുപ്ത ഒരു ഇന്ത്യക്കാരനാണെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ഗുപ്ത വൺസ് വെന്റ് ടു മാഗീസ് ഹൗസ്. അങ്ങനെ അവർ പരിചയപ്പെടുകയാണ് അല്ലേ. കാര്യം അവിടുന്ന് കുറച്ച് സംഭാഷണമൊക്കെ നടക്കുന്നുണ്ട്. കാര്യം വെജിറ്റേറിയൻ ഹോട്ടലിലാണല്ലോ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു റിങ് കൊടുക്കുന്നുണ്ട്. ആര്? തൻ്റെ ബ്രദർ ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് ഒരു റിങ് അയച്ചിട്ടുണ്ട്. ആര്? മാഗിൻ്റെ ബർത്ത്ഡേക്ക് അല്ലേ, ബർത്ത്ഡേക്ക്. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് അയച്ച റിങ് ഉണ്ടാവില്ലേ, ഈ റിങ്ങിൽ ഓൻ ഒരു വിടലൊക്കെ വിട്ടിട്ടുണ്ട്. കാര്യം എന്താണ്, ഇത് യോഗി തന്നതാണ്. യോഗി എന്നൊക്കെ വെച്ചാൽ സന്യാസി തന്നതാണ്. അപ്പോൾ ഇത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളേക്ക് നോക്കുകയാണെങ്കിൽ ഇത് കൊടുത്തയച്ച ആളുടെ അവസ്ഥ എന്താണെന്നുള്ള അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ റിങ്ങാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസ് കഴിക്കുന്ന ആളാണ് ആര്? യോഗീസ് എന്ന് ആർക്കറിയാൻ പറ്റും? ഈ സന്യാസിമാരെന്ന് ആർക്കറിയാൻ പറ്റും? മാഗിക്ക് അറിയാൻ പറ്റും. ആരാണ്? വെജിറ്റേറിയൻ ഹോട്ടലിലാണല്ലോ ആരെ കാണുന്നത്? ഗുപ്തനെ കാണുന്നത്. സി, അപ്പോൾ ഗുപ്ത ഒരു യോഗിയാന്ന് എഴുതിയിട്ടാണ് ആര് നിൽക്കുന്നത്? മാഗി നിൽക്കുന്നത്. അങ്ങനെ മാഗി പരിചയപ്പെട്ടു, ഗുപ്തനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഷീ വാണ്ടഡ് നോ ഇഫ് ഗുപ്ത വാസ് ഇൻ ഇന്ത്യൻ. വൺസ് ഗുപ്ത വെന്റ് ടു മാഗീസ് ഹൗസ് ടു മീറ്റ് ഹെർ മദർ. അമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഗുപ്ത മാഗിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഹെർ മദർ വാസ് ആങ്ഷ്യസ് ടു നോ അബൌട്ട് ഇന്ത്യ ബിക്കോസ് അല്ലേ, അമ്മക്ക് തന്നെ എന്തിനും ഇന്ത്യനെ കുറിച്ച് അറിയാൻ വളരെ ആങ്ഷ്യസ് ആയിരുന്നു. കാര്യം അമ്മക്ക് എന്തായിരുന്നു പറ about India, because she had heard that India was a dangerous place to live in. ഇന്ത്യ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ് ടു live in. താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്ലേസ് ആണെന്ന് എഴുതിക്കുകയാണ്. ഫ്രാങ്ക് ഹാഡ് സെൻഡ് them a crystal ring from India. They believed that it was a magical ring. ഫ്രാങ്ക് അയച്ചിരുന്ന ഒരു മോതിരം ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചൊരു മാജിക്കൽ റിംഗ് ആണെന്ന്. He had written that the ring was given to him by a yogi. The yogi had told that the ring was a magic one. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ. If somebody looked into the ring thinking of a person who is even far away, he could see the person and what he was doing. See, ഈ ആരെങ്കിലും എടുത്താൽ നോക്കുകയാണ്, looked into the ring, ആ റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലേ, ഓഫ് തിങ്കിങ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, ഹു ഈസ് ഈവൻ ഫാർ അവേ, ദൂരത്തുള്ള ഒരു വ്യക്തിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ തന്നെ ഹി കുഡ് സീ ദ പേഴ്സൺ, ആ വ്യക്തിനെ കാണാൻ പറ്റും. ആൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ്, അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും കാണാൻ പറ്റും കേട്ടോ. മാഗി ആൻഡ് ഹെർ മദർ വാണ്ടഡ് ഹിം ടു ലുക്ക് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ് ആൻഡ് സേ ഹൗ ഫ്രാങ്ക് വാസ്. മാഗിയും അമ്മയും കൂടെ പറയണം, ഗുപ്തേ ഈ ഒരു കാര്യം ചെയ്യും, ഈ റിങ്ങൊക്കെ ഒന്ന് നോക്കാം അല്ലേ, എന്നിട്ട് എൻ്റെ ഫ്രാങ്കിന് എന്താ പണിന്നൊന്ന് പറയാണ്. ഗുപ്ത told them that he did not possess such a power. സി, ഗുപ്ത പറഞ്ഞേ നോക്കി, ഇത് നമുക്ക് നോക്കിയാണ്ട് നിങ്ങളെ ഫ്രാങ്കിന് എന്താ പണിയെന്ന് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു മാജിക് പവർ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ടോ. വൺ ഡേ ഗുപ്ത റസീവ്ഡ് എ ന്യൂസ് ദാറ്റ്, അങ്ങനെ ഗുപ്ത അവിടുന്ന് പോയി. ഇതിനെതിരൊക്കെ എന്താണ്, ഒരു ബ്ലൈൻഡ് ബിലീഫാണല്ലോ, ഗുപ്തനൊക്കെ ഒപ്പോസ് ആയിരുന്നു. അങ്ങനെ വൺ ഡേ ഗുപ്ത റസീവ്ഡ് എ ന്യൂസ്, ഗുപ്തക്ക് ഒരു വാർത്ത കേട്ടു, ദാറ്റ് മാഗീസ് മദർ വാസ്, മാഗിൻ്റെ അമ്മ എന്ന് പറയുന്നത് മാഗീസ് മദർ വാസ് നോട്ട് വെൽ, മാഗിൻ്റെ അമ്മക്ക് അസുഖമാണെന്ന് കരുതി കേട്ടു. ഹി വെന്റ് ടു ദെയർ ഹൗസ് ഇമ്മീഡിയറ്റ്ലി. അങ്ങനെ ഗുപ്ത നേരെ വീട്ടിൽ പോവാട്ടോ. മാഗി വാണ്ടഡ് ഹിം ടു ഗെയ്സ് ഇൻ ടു ദ ക്രിസ്റ്റൽ. മാഗി പറഞ്ഞു, ഗുപ്ത ഇതിക്കൊന്ന് നോക്കുക, റിങ്ങിക്കൊന്ന് നോക്കുക അല്ലേ, say whether Frank was safe അല്ലേ. എന്നിട്ട് ഈ പറയണെന്ത്, ഫ്രാങ്ക് എന്താണ് സേഫാന്ന് ആരോട് പറയണം, അമ്മനോട് പറയണം. അപ്പം അമ്മൻ്റെ അസുഖം എന്താ മാറുമെന്ന് പറഞ്ഞു കേട്ടോ. ഗുപ്ത took the ring and told a lie that Frank was safe. ഗുപ്തയ്ക്ക് നോക്കിയാണ്ട് പറഞ്ഞു, നിങ്ങളെ ഫ്രാങ്ക് സെറ്റാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ, പച്ച നുണയെ പറഞ്ഞു കേട്ടോ. told a lie. മാഗീസ് മദർ വാസ് ഹാപ്പി. ഇത് കേട്ടപ്പോൾ മാഗിൻ്റെ അമ്മക്ക് വളരെ ഹാപ്പിയായി. ആൻഡ് സൂൺ ബിക്കെയിം വെൽ. അമ്മ എന്തായി, ഫുൾ സെറ്റടാ അല്ലേ, അമ്മ ഫുൾ സെറ്റായിട്ടോ. ലേറ്റർ ഗുപ്ത വാസ് ഷോക്ക്ഡ്. പിന്നീട് ഗുപ്ത വളരെ ഞെട്ടിപ്പോയി. ടു ലേൺ ദാറ്റ്, കേട്ട് എന്താ അറിഞ്ഞറിയോ, ഫ്രാങ്ക് ഹാഡ് ഡൈഡ് ഇൻ ദ വാർ അല്ലേ. ഫ്രാങ്ക് ഒരു യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആള് മരിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്തു പിന്നീട് ഗുപ്ത അറിയാം കേട്ടോ. ഗുപ്ത ഫെൽറ്റ് വെരി സാഡ്. ഗുപ്തക്ക് ആകെ സങ്കടമായി അല്ലേ. ദെൻ ഇൻ ദ മോർണിംഗ് ഓഫ് ഹിസ് ലാസ്റ്റ് ഡേ ഇൻ ലണ്ടൻ, അങ്ങനെ ലണ്ടനിലുണ്ട് തൻ്റെ അവസാന രാവിലെ മാഗി കെയിം ടു സീ ഹിം. മാഗി അവനെ കാണാൻ വന്നു. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഹി വാസ് പാക്കിംഗ് അപ്പ് തിങ്സ്. അദ്ദേഹം എന്ന് പറ, ഗുപ്ത ഇങ്ങനെ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഗേവ് ഹിം എ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പ്ലേസ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ഇൻ പഞ്ചാബ്. അങ്ങനെ എന്ത് ചെയ്യാണ് പറ, അവൾ ഒരു ഷില്ലിങ് കൊടുക്കണം എന്തിന്, ടു ബൈ ഫ്ലവേഴ്സ്, കുറച്ച് പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ആൻഡ് പ്ലേസ് ദം ഓൺ ഹെർ ബ്രദേഴ്സ് ഗ്രേവ് ഇൻ പഞ്ചാബ്. പഞ്ചാബിൽ മരിച്ചു കിടക്കുന്ന തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിലേക്ക് എന്ത് ചെയ്യണം, ഈ ഫ്ലവർ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് ആര് കൊടുക്കുകയാണ് പറ,
യെസ്, മാഗി നമ്മളെ ഗുപ്തക്ക് ഒരു ഷില്ലിങ് കൊടുക്കുകയാണ്. സി ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ചാപ്റ്റർ. സി ഹലോ മക്കളെ, അപ്പോൾ അടുത്ത് നമുക്കൊരു പോയം നോക്കാടാ. ഡെത്ത് ലെവലർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ജെയിംസ് ഷെർലിന്റെ യൂണിറ്റ് 2 ചാപ്റ്റർ 3 ആണ് ഡെത്ത് ലെവലർ. ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ദിസ് പോയം റിമൈൻഡ്സ്, നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊരു കവിത ഉണ്ടോ. as that എന്താണ്, ഡെത്ത് ഈസ് ദ ഫോഴ്സ്. ഡെത്ത് എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ദാറ്റ് ഹോൺസ് ഓൾ ഹ്യൂമൻ ബീങ്സ്, എല്ലാ മനുഷ്യന്മാരെയും വേട്ടയാടാൻ വേണ്ടി പോകുന്ന ഒരു ശക്തിയാണ് എന്ത് മരണം എന്ന് പറയുന്നത്. ദാറ്റ് ലെവൽസ് ഓൾ ദ പീപ്പിൾ, എല്ലാ ജനങ്ങളെയും മരണം ചെയ്യുന്നുണ്ട്, സമന്മാരാക്കുന്നുണ്ട്. ബോത്ത് റിച്ച് ആൻഡ് പുവർ. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ, ഈ പോയിന്റ് പഠിച്ചോളൂ. ബോത്ത് റിച്ച് ആൻഡ് പുവർ, ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്, ദെൻ കിങ് ആൻഡ് ഓർഡിനറി പീപ്പിൾ അല്ലെ, ഓർഡിനറി പീപ്പിൾ, വിന്നർ ആൻഡ് ലൂസർ അല്ലെ, വിജയിച്ച ആളെയും പരാജയപ്പെട്ട ആളെയും, സ്കോളർ ആൻഡ് ഇല്ലിറ്ററേറ്റ്, പഠിച്ച ആളെയും പഠിക്കാത്ത ആളെയും അല്ലെ, വിദ്യാഭ്യാസമുള്ള ആളും ഇല്ലിറ്ററേറ്റ് നിരക്ഷരായിട്ടുള്ള ആളുകളൊക്കെ എന്താണ് മരണം ചെയ്യുന്നുണ്ട്, സമാക്കുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ദ പോയം ടീച്ചസ് എ ഗുഡ് ലെസൺ, നമ്മളൊരു നല്ല പാഠം പഠിപ്പിക്കുന്നത്. ഓൾ ദ പീപ്പിൾ വിൽ ഡൈ വൺ ഡേ, ഒരു ദിവസം എല്ലാവരും മരിക്കുക തന്നെ ചെയ്യും അല്ലേ, ഒരു ദിവസം എല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. ഓൾ ആർ ഈക്വൽ ടു ഡെത്ത്, എല്ലാവരും ഈക്വൽ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്, മരണത്തിന് മുന്നിൽ എല്ലാവരും എന്താണ് സമാണ് എന്ന്. വിച്ച് മീൻസ് ഡെത്ത് ഈസ് ദ ലെവലർ, അതായത് ഡെത്ത് എന്ന് പറയുന്ന ഒരു റോഡ് റോളർ പോലെ എന്താണ്, ഒരു ലെവലർ ആണ് കേട്ടോ. നോക്കിക്കോളൂ നെക്സ്റ്റ്. ദ പോയം സേസ് ദാറ്റ്, നമ്മൾ ഈ കവിത പറയുന്നു, അവർ എർത്ത്ലി ഗ്ലോറി, ഭൂമിയിൽ നമ്മളുടെ എല്ലാ ഉയർച്ചയും, ആൻഡ് ആസ് ഗ്രേറ്റ്നെസ് ഓഫ് അവർ ഫാമിലി, നമ്മുടെ കുടുംബത്തിന്റെ മഹിമയും, ആൻഡ് പൊസിഷൻ ആർ ലൈക്ക് ഷാഡോസ്, നമ്മുടെ സ്ഥാനങ്ങളും എല്ലാം ഒരു നിഴല് പോലെയാണ്. നിഴൽ എപ്പോഴും കൂടെ ഉണ്ടാവോ? ഇല്ല. ശ്രദ്ധിച്ച് കേട്ടോളൂ. ദേ ആർ നോട്ട് എക്സിസ്റ്റിംഗ് തിങ്സ്, അത് നിലനിൽക്കുന്ന സംഗതിയല്ല. ദേ വിൽ ഡിസപ്പിയർ എനി ടൈം, ഏത് സമയത്തും അതെന്തേക്കാം ഡിസപ്പിയർ ആയേക്കാം. ഡെത്ത് കംസ് ടു ഓൾ, ഡെത്ത് എല്ലായിടത്തും വരും. നോ വൺ ക്യാൻ സ്റ്റോപ്പ്, ഒരാൾക്ക് നിർത്താൻ പറ്റൂല. എവ്രി വൺ ഹാസ് ടു സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്, എല്ലാവരും മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരിക തന്നെ ചെയ്തിരിക്കട്ടോ. ഓൾ ആർ ഈക്വൽ ടു ഡെത്ത്, എല്ലാവർക്കും മരണം എന്താടാ, മരണം എല്ലാവർക്കും എന്താണ്, സമാണ്. ദ പീപ്പിൾ ഹു ആർ ഇൻ ഹയർ പൊസിഷൻ, ഉയർന്ന പൊസിഷനിലുള്ള ആളുകൾക്കും വിൽ ബി ലെവൽഡ് വിത്ത് പുവർ ബൈ ഡെത്ത് അല്ലേ. ആ ഉയർന്ന, ഞാൻ വലിയ കൊമ്പത്തുള്ള ആളാണെങ്കിലും അയാൾ പാവപ്പെട്ട ആളാവും ഏതോട് കൂടിയിട്ട് മരണത്തോട് കൂടിയിട്ട് അല്ലേ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ദിസ് പോയം പോയിന്റ് ടെൽസ് us that, ഈ കവിതയിൽ കവി നമ്മളോട് പറയുന്നു, സം പവർഫുൾ മെൻ അല്ലേ, അതായത് ശക്തരായിട്ടുള്ള ആളുകൾ മേ അറ്റാക്ക് ആൻഡ് ക്യാപ്ചർ ദെയർ ലാൻഡ്സ്, ബട്ട് സൂണർ ലേറ്റർ ഓൾ ദ അറ്റാക്ക് പീപ്പിൾ, അതായത് പവർഫുൾ ആയിട്ടുള്ള ആളുകൾ എന്തെങ്കിലും അറിയോ, ജനങ്ങളെ അറ്റാക്ക് ചെയ്യലുണ്ട്. ആൻഡ് ക്യാപ്ചർ ദെയർ ലാൻഡ്സ്, അവരുടെ ഭൂമിയൊക്കെ എന്തെങ്കിലും പിടിച്ചടക്കലുണ്ട്. ബട്ട് സൂണർ ഓർ ലേറ്റർ അല്ലേ, അല്ലെങ്കിൽ ഉടൻ തന്നെ അല്ലേ, പിന്നീട് ഉടൻ തന്നെ ഓൾ ദ പവർ വിൽ ലൂസ്, എല്ലാ ശക്തി നഷ്ടപ്പെടും. ആൻഡ് ദേ വിൽ റീച്ച് ടു ദ ഗ്രേവ് ആഫ്റ്റർ ഡെത്ത്, അവരൊക്കെ ഇതൊക്കെ പിടിച്ചടക്കി, കുറെ സ്വത്ത് മുതലൊക്കെ പിടിച്ചടക്കി. എടാ അവസാനം അവരോട് തന്നെ പോകുന്നത് ഡെത്ത് ഗ്രേവിലേക്കാണല്ലേ. ഗ്രേവ് പറഞ്ഞാൽ ഖബർ എന്നൊക്കെ പറയില്ലടാ അല്ലേ, കുഴിമാടം എന്നൊക്കെ പറയില്ലേ, കുഴിമാടത്തിലേക്കാണ്, 6 അടി ഖബറിലേക്കാണ് പോവാൻ വേണ്ടി പോകുന്നത് കേട്ടോ. Then only the good action of good people will be remembered forever, അതായത് only good action of good people, നല്ല ആളുകളുടെ നല്ല പ്രവൃത്തി will be remembered forever, അത് മാത്രമേ എന്നേക്കുമായിട്ട് അവശേഷിക്കുകയുള്ളൂ. The weak and the strong, അതായത് വീക്ക് ആയിട്ടുള്ള ആളും ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ആളും, the rich and the poor അല്ലേ, സമ്പന്നനും പാവപ്പെട്ടവനും, all must surrender to death, എല്ലാവരും മരണത്തിന് കീഴടങ്ങേണ്ടി വരിക തന്നെ ചെയ്യും. Every earthly achievement is short lived, കുറച്ചു കാലം ഉണ്ടാവുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ. They are like shadows അല്ലേ, people will remember only good deeds and just ആക്ഷൻസ്, നല്ല പ്രവൃത്തികൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, ജനങ്ങൾ ഓർക്കുള്ളൂ. അത്ര ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. റൈറ്റ്, ക്ലിയർ, ഫൈൻ. നെക്സ്റ്റ്, സൺറൈസ് ഓൺ ദ ഹിൽസ്. സൺറൈസ് ഓൺ ദ ഹിൽസിലെ, കുന്നിൻ്റെ മുകളിലുള്ള എന്ത്, സൂര്യോദയം അല്ലേ. നോക്കൂ, WH ലോങ് ഫെലോ എഴുതിയാണ്, യൂണിറ്റ് 3 ചാപ്റ്റർ 1. അപ്പോൾ 2 യൂണിറ്റ് നമ്മൾ കഴിഞ്ഞു, അടുത്ത യൂണിറ്റ് 3ലേക്ക് കയറി പോകുന്നത് നോക്കിക്കോളൂ നിങ്ങൾ. ദിസ് ഈസ് എ നൈസ് പോയം റിട്ടൺ ബൈ WH ലോങ് ഫെലോ അല്ലേ. ഓക്കെ അല്ലേ. ദിസ് പോയം ടെൽസ് അബൌട്ട് ദി നാച്ചർ, എന്തിനെ കുറിച്ചാണ് പറയുന്നത്, പ്രകൃതിയെ കുറിച്ചാട്ടോ. ഹിയർ ദ പോയിന്റ് ഗീവ്സ് ഹിസ് എക്സ്പീരിയൻസ് അറ്റ് ദി സൈറ്റ് ഓഫ് ദി സൈറ്റ് ഓഫ് ദി റൈസിംഗ് സൺ. വെരി ഗുഡ്, ശ്രദ്ധിച്ചോളൂ. ദ പോയറ്റ് ഗീവ്സ് ഹിസ് എക്സ്പീരിയൻസ്, അദ്ദേഹം ഈ കവി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറയുന്നുണ്ട്. അറ്റ് ദ സൈറ്റ് ഓഫ് ദി റൈസിംഗ് സൺ, എന്തിനാടാ സൂര്യൻ്റെ ഉയർച്ച ഉണ്ടാവില്ലേ, അതിൻ്റെ അത് കണ്ട മൂപ്പരുടെ കാഴ്ച ഉണ്ടാവില്ലേ, ആ കാഴ്ചയെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത് കേട്ടോ. ദ പോയം റിവീൽസ് നാച്ചേഴ്സ് സ്വീറ്റസ്റ്റ് പിക്ചർ, ഈ കവിത എന്ത് ചെയ്യുന്നുണ്ട്, റിവീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്, പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഹി കൺസിഡർ നാച്ചർ ആസ് എ റിലീവർ, അദ്ദേഹം ഈ കവി നമുക്ക്
പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതി എന്ന് പറഞ്ഞു കഴിച്ചാൽ ഒരു റിലീവറാണ്, റിലീഫ് തരുന്ന ആൾ അല്ലേ, സമാധാനം തരുന്ന ഒന്നാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഓഫ് പെയിൻ ടു എവറി സോൾ, ഏതൊരു ആത്മാവിൻ്റെയും വേദനയ്ക്ക് ഒരു ആശ്വാസം നൽകുന്നത് എന്താണ് പറ, പ്രകൃതിയാണെന്ന് അല്ലേ. നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെ നേരെ പോലെ ടൂർ പോകില്ലേ, പ്രകൃതി കാണാൻ അല്ലേ. നോക്കൂ നിങ്ങൾ, ലൈക്ക് ദാറ്റ്. He sees the beauty of pleasant morning from the hills. അദ്ദേഹം എന്താ കാണുന്നത് എന്താണെന്നറിയോ, ബ്യൂട്ടി ഓഫ് പ്ലസന്റ് മോർണിംഗ്, അതിമനോഹരമായിട്ടുള്ള ഒരു പ്രഭാതത്തെ കാണുന്നു ഫ്രം ദ ഹിൽസ്, കുന്നിൻ്റെ മേളിൽ നിന്ന് കേട്ടോ. വെൻ ദ സൺ വാസ് റൈസിങ്, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, he sees the bright and wood and the gales, അദ്ദേഹം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള കാടും അല്ലേ, എന്തെല്ലാം കാണാൻ പറ്റുന്ന എല്ലാം മനോഹരമായ കാഴ്ചകളാണ് പിന്നെ രാവിലെ കാണുന്നത്. The poem is really rich with a lot of visual imageries അല്ലേ. ഈ കവിതയിൽ ഒരുപാട് വിഷ്വൽ ഇമേജറീസ് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, സങ്കല്പിച്ചാൽ കാണാൻ പറ്റും. ലൈക്ക് ഗ്ലോയിങ് റിച്ച് വാലി അല്ലേ, മനോഹരമായി തിളങ്ങുന്ന ആ ഒരു വാലി ഉണ്ടാവില്ലേ, വാലി പറഞ്ഞാൽ താഴ്വര അല്ലേ. ബ്രൈറ്റ് ആൻഡ് വുഡ് എന്നൊക്കെ വെച്ചാൽ മനോഹരമായ കുറച്ച് വുഡ്സ്, കാടുകൾ ഉണ്ടാവില്ലേ, വുഡ്സ് പറഞ്ഞ കാട് കേട്ടോ. ദെൻ വെയിൽ ഓഫ് ക്ലൗഡ് എന്നൊക്കെ വെച്ചാൽ അല്ലേ, വെയിൽ ഓഫ് ക്ലൗഡ് പറഞ്ഞ കേട്ടില്ല നിങ്ങൾ, ക്ലൗഡ് പറഞ്ഞ മേഘം, മേഘത്തിൻ്റെ ആ ഒരു കാഴ്ച. ദെൻ ഡാർക്കൻഡ് റിവർ ഫ്ലോ എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ ഇരുണ്ട പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ അല്ലേ, അത്രയും നല്ല പ്യൂറായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദർ ആർ മെനി സൗണ്ട്സ് ഇൻ ദ പോയം അല്ലേ, ഈ കവിതയിൽ നമ്മൾ കേൾക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സം ഓഫ് സച്ച് സൗണ്ട്സ് ആർ ഓഡിറ്ററി ഇമേജസ് ആട്ടോ. നോക്കിക്കോളൂ, ഡാഷിങ് ഓഫ് ദി ഡിസ്റ്റന്റ് വാട്ടേഴ്സ് എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ ആ വെള്ളത്തിൻ്റെ ഡാഷിങ് ഉണ്ടാവില്ലേ, കൂട്ടിയിടിക്കുന്ന ശബ്ദം ഉണ്ടാവില്ലേ, കളകളാന ശബ്ദം. ബ്ലാസ്റ്റിംഗ് ഓഫ് ദി ഡാർക്ക് പൈൻസ് എന്നൊക്കെ വെച്ചാൽ പൈൻ മരങ്ങളുടെ ആ ഒരു ഒച്ചമിളി ഉണ്ടാവില്ലേ, ബ്ലാസ്റ്റിംഗ് ഉണ്ടാവില്ലേ, പൈൻ മരങ്ങളുടെ പൊട്ടിത്തെറി എന്നൊക്കെ പറയും. ദ നോയ്സി ബിറ്റ് എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ ചെറിയ ചെറിയ കുരുവികളുടെ ശബ്ദങ്ങൾ ഉണ്ടാവില്ലേ. ദ മ്യൂസിക് ഓഫ് ദി വില്ലേജ് ബെൽ എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ വില്ലേജിൽ അടിക്കുന്ന മണി ഉണ്ടാവില്ലേടാ, പള്ളിമണിയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ശബ്ദം. ദ മെറി ഷൗട്ട് ഓഫ് ദെയർ വൈൽഡ് ഹോൺ ആൻഡ് ദി സഡൻ ഷൂട്ടിംഗ് അപ്പ് ഓഫ് ദി സൺ എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ പെട്ടെന്നുള്ള ആ സൂര്യൻ്റെ ഉയർച്ചയും അതുപോലെ തന്നെ കാണാൻ പറ്റുന്നതും കേൾക്കാൻ പറ്റുന്നതും. വൈൽഡ് ഹോൺ എന്നൊക്കെ വെച്ചാൽ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓരോ ശബ്ദങ്ങൾ ഉണ്ടാവില്ലേടാ, ആ ശബ്ദങ്ങൾ മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. Thus this poem is really an appeal to everyone to enjoy the beauty of nature. അതുകൊണ്ട് തന്നെ ഈ കവിതയിൽ പറയുന്ന അപ്പീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ എല്ലാവരോടും, ടു എവ്രി വൺ ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നാച്ചർ. നമ്മൾ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക തന്നെ ചെയ്യണം കേട്ടോ. ദ മെസ്സേജ് ഓഫ് ദ പോയം ക്ലിയർലി ഷോസ് ദിസ് അല്ലേ, ഈ കവിതൻ്റെ മെസ്സേജ് തന്നെ അതാണ്. വി ക്യാൻ എൻജോയ് പീസ് ആൻഡ് കംഫർട്ട് അറ്റ് ദ ലാപ്പ് ഓഫ് നാച്ചർ. അതായത് നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്, അറ്റ് ദി ലാപ്പ് ഓഫ് നാച്ചർ. എവിടെ നിന്നാണ്, അറ്റ് ദി ലാപ്പ് ഓഫ് നാച്ചർ, പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നത് പ്രകൃതിയുടെ തട്ടുന്നാണ് കേട്ടോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ചാപ്റ്റർ. നോക്കൂ, നാച്ചർ ക്യാൻ സൂത്ത് us all our worries. പ്രകൃതിക്ക് നമ്മളുടെ എല്ലാ ടെൻഷനുകളും എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലാണ്ടാക്കാൻ പറ്റും, സൂത്ത് ചെയ്യാൻ പറ്റും. ഇഫ് യു വാണ്ട് ടു ഫർഗെറ്റ് all your worries and pains or want to read books peacefully, you must go to woods, which means to nature. If you want to forget all your worries, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ടെൻഷനും മറക്കണോ, ആൻഡ് പെയിൻസ്, നിങ്ങളുടെ വേദനകൾ മറക്കണോ, ഓർ വാണ്ട് ടു റീഡ് ബുക്സ്, നിങ്ങൾക്ക് പുസ്തകം വായിക്കണോ, പീസ്ഫുള്ളി എങ്ങനെ സമാധാനത്തിൽ നിങ്ങൾക്ക് പുസ്തകം വായിക്കണോ, യു മസ്റ്റ് ഗോ ടു വുഡ്സ്, നിങ്ങൾ കാട്ടിലേക്ക് പോകുക. വാച്ച് മീൻസ് ടു നേച്ചർ, അതായത് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചേരുക. ഇറ്റ് ഹാസ് ദ പവർ ടു ഹീൽ അവർ ഓൾ പ്രോബ്ലംസ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാണ്ടാക്കാൻ പറ ഈ പ്രകൃതിക്ക് കഴിയും. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ, റൈറ്റ്? ഫൈൻ. ഇച്ചിരി സ്പീഡൊക്കെ പോകുന്നുണ്ട്, ബട്ട് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി പോകാം കേട്ടോ. റെഡി അല്ലേ നിങ്ങൾ? അടുത്ത ചാപ്റ്റർ നോക്കിക്കോളൂ. ദി ട്രിപ്പ് ഓഫ് ലഹോല, ഗൈഡ് മോപ്പസിൻ്റെ ആണ് അല്ലേ. യൂണിറ്റ് 3 ചാപ്റ്റർ 2. യൂണിറ്റ് 3 ചാപ്റ്റർ 1 ആയിരുന്നു സൺറൈസ് ഓൺ ദ ഹില്ല്. ദെൻ ചാപ്റ്റർ 2 എന്ന് പറയുന്നത് ഏതാണ് പറ, ദ ട്രിപ്പ് ഓഫ് ലഹോല. ആരതാണ്? ഗൈഡ് മോപ്പസിൻ്റെ കേട്ടോ, ഗൈഡ് മോപ്പസിൻ്റെ ആണ്. നോക്കിക്കോളും നിങ്ങൾ. ഇറ്റ്സ് എ ത്രില്ലിംഗ് ആൻഡ് എക്സൈറ്റിംഗ് സ്റ്റോറി ഓഫ് എൻ അഡ്വഞ്ചറസ് ബലൂൺ ജേർണി ഫ്രം ബെൽജിയം അല്ലേ. ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടൊരു യാത്രയാണ് അല്ലേ. എന്തിലുള്ള നമ്മളെ മറ്റേ ഹോട്ട് എയർ ബലൂണിലുള്ള അല്ലേ, എന്തിലുള്ളതാണ് പറ, ഹോട്ട് എയർ ബലൂൺ കേട്ടോ, ഹോട്ട് എയർ ബലൂൺ കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോൾ ആ ഒരു സാധനം എന്ത് ചെയ്യണ്ട, മറക്കണ്ട. യെസ്, ബലൂണിലുള്ള യാത്രയാണ്. ഫ്രം ബെൽജിയത്തിൽ നിന്നാണ്. ഓൺ എ ഫൈൻ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ക്യാപ്റ്റൻ ജോവിസ്, അപ്പോൾ അതിലുള്ള ആളുകളുടെ പേര് പഠിച്ചോളൂ. ക്യാപ്റ്റൻ ജോവിസ്, ലഫ്റ്റനന്റ് മാലറ്റ്, മിസ്റ്റർ എറ്റ്റൈന്, ദെൻ മിസ്റ്റർ പോൾ ബസന്ത് എന്ന് പറയുന്ന ആള്, ആൻഡ് നെറേറ്ററിന്റെ പേര് എന്തായിരുന്നു പറ. ഇപ്പം എത്രയായി? 1, 2, 3, 4. ദെൻ ഗൈഡ് മോപ്പസന്റ് എന്ന് പറയുന്ന ആളില്ലടാ, ഗൈഡ് മോപ്പസന്റ് അല്ലേ, അയാളെ കൂട്ടിയിട്ട് മൊത്തം എത്ര ആളുണ്ട് പറ, 5 ആളാണ് മൊത്തം ഉള്ളത് കേട്ടോ. അയാൾ ക്യാപ്റ്റന്റെ പേരാണ് എന്ത് പറ, ക്യാപ്റ്റൻ
ക്യാപ്റ്റൻ ജോവിസ് എന്നാണ് ക്യാപ്റ്റന്റെ പേര് കേട്ടോ. ദെൻ ലെഫ്റ്റനന്റ് മാലറ്റ്, ഇത് ല്യൂട്ടനന്റ് എന്ന ഇതിൽ വായിക്കൽ എന്താണ് ലെഫ്റ്റനന്റ് എന്നാ കേട്ടോ. They enjoyed the panoramic view of Paris city. അവരെന്ത് ചെയ്ത് അറിയോ, ഈ ബലൂണിൽ ഇങ്ങനെ ബെൽജിയത്തിൽ നിന്ന് പോകുന്ന സമയത്ത് പാരീസ് സിറ്റിന്റെ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് ആ ഒരു പനോറമിക് വ്യൂ ഉണ്ട് അല്ലെ, മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച വളരെ മനോഹരമായിട്ട് അവർ എൻജോയ് ചെയ്തു. ഫോർ ദം അവരെ സംബന്ധിച്ച് ദ എർത്ത് ലുക്ക്ഡ് ലൈക്ക് എ കളേർഡ് മാപ്പ്. എന്തൊരു കളർഫുൾ ആയിട്ട് ചിത്രീകരിച്ച ഒരു മാപ്പ് പോലെ ഭൂമിയിൽ അവർക്ക് തോന്നി. ദേ തോട്ട് ദാറ്റ് ദേ വർ ഇൻ എ വണ്ടർ വേൾഡ്. അവർ വിചാരിച്ചു ഞങ്ങളൊരു വണ്ടർ വേൾഡിലാന്ന് വിചാരിച്ചു. when they started their journey, അവർ യാത്ര തുടങ്ങിയ സമയത്ത് it was dark on the earth and they were in the light. ല്ലേ, അവരെന്തായിരുന്നു പറ, രാവിലല്ലേ തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ it was dark on the earth, ഭൂമിയിൽ ഇരുട്ടായിരുന്നു. and they were in the light, അവരെന്തായിരുന്നു പ്രകാശത്തിലായിരുന്നു. they thought that nothing was more amusing and interesting than the traveling in a hot air balloon. ല്ലേ, അവർ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഒന്നും നമ്മളെ അമ്യൂസ് ചെയ്യുന്ന നമ്മളെ വണ്ടടിപ്പിക്കുന്ന ഒരു കാര്യമില്ല, ഏതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യമില്ല ഏതിനേക്കാൾ ട്രാവലിംഗ് ഇൻ എ ഹോട്ട് എയർ ബലൂൺ. ഏറ്റവും നമ്മൾ ഇൻട്രസ്റ്റിംഗും ത്രില്ലിംഗ് ആക്കുന്നത് എന്ത് മാത്രമാണ്, ഹോട്ട് എയർ ബലൂണിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അനുഭൂതി എന്നാണ് അവർ മനസ്സിലാക്കിയത് കയറിയപ്പോൾ. They enjoyed their life inside. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലൈഫ് ഉണ്ടാവില്ല, അവർ അടിച്ചു പൊളിച്ചു. Soon they could feel a current of warm air. അല്ലെ, ആ സമയത്താണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പെട്ടെന്നൊരു കാറ്റ് അതിൻ്റെ ഉള്ളിൽ അടിച്ചു കയറിയത്. The balloon expanded and lost the control. ആ ബലൂൺ എന്ത് ചെയ്തു പറ, എക്സ്പാൻഡ് ചെയ്തു, അവർക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടു. The balloon started rising. അല്ലേ, അങ്ങനെ എന്ത് ചെയ്തു പറ, കാറ്റ് വന്ന സമയത്ത് എന്ത് ചെയ്തു പറ, ബലൂൺ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. They had impression that they were alone in the space with the moon. അവർക്ക് തോന്നി ഞങ്ങൾ ഈ മൂണിൻ്റെ കൂടെ ഇല്ലേ, ചന്ദ്രൻ ഉണ്ടാവില്ലേ, ചന്ദ്രന്റെ കൂട്ടത്തിൽ ഞങ്ങളും ചന്ദ്രനും ഒറ്റയ്ക്ക് മാത്രമേ എവിടെ ഉള്ളൂ, സ്പേസിലുള്ളൂ അവർക്ക് തോന്നിപ്പോയിട്ടോ. ഫോർ ദം ദ മൂൺ ലുക്ക്ഡ് ലൈക്ക് അനദർ ബലൂൺ. അവർക്ക് മൂൺ എന്തുപോലെ തോന്നിയത്, അനദർ ബലൂൺ, മറ്റൊരു ബലൂൺ പോലെ അവർക്ക് തോന്നി. ട്രാവലിംഗ് ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദം. അല്ലേ, അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നീങ്ങുന്ന ഒരു ബലൂൺ പോലെ അവർക്ക് എന്ത് ചെയ്തു, മൂണ് ചന്ദ്രനെ തോന്നി. റൈറ്റ് ക്ലിയർ അല്ലേ, നിർത്താണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ദ ബാരോമീറ്റർ ഷോഡ്. സി, ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സ്പീഡ് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയോ, എവിടെ നിന്നാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറയാൻ പറ്റൂല കേട്ടോ. ദാറ്റ്സ് വൈ നോക്കിക്കോളൂ നിങ്ങൾ. ദ ബാരോമീറ്റർ ഷോഡ് 2000 മീറ്റേഴ്സ്. അല്ലേ, 2000 മീറ്റർ ദൂരത്തെന്ന് കാണിച്ചു. ആൻഡ് ദെൻ 2350. അല്ലേ, 2350 വരെ ബാരോമീറ്ററിൽ അവർ ഉയർച്ച കാണിച്ചിട്ടോ. ദെൻ ദ ബലൂൺ സ്റ്റോപ്പ്ഡ്. അങ്ങനെ മുകളിലെത്തിയപ്പോൾ എന്ത് ചെയ്തു, ബലൂൺ സ്റ്റോപ്പായി. ഇറ്റ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ജേർണി ബാക്ക് ടു എർത്ത്. അങ്ങനെ എന്ത് ചെയ്തു, മുകളിൽ പിന്നീട് യാത്ര എടുക്കായി, പിന്നെ അടിക്കന്നെ വരാൻ തുടങ്ങി കേട്ടോ. ക്യാപ്റ്റൻ ജോവിസ്, ക്യാപ്റ്റന്റെ പേരെന്തായിരുന്നു, ജോവിസ് വാസ് ഗെറ്റിംഗ് റെഡി ഫോർ ദ ഫേവറബിൾ ലാൻഡിങ്. മനോഹരമായിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി മൂപ്പരിങ്ങനെ നോക്കിയായിരുന്നു. ബട്ട് ദേ ന്യൂ വെൽ, അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു ദാറ്റ് ഇറ്റ് വാസ് ടോട്ടലി ഔട്ട് ഓഫ് ദെയർ കൺട്രോൾ. അല്ലേ, അവരെ കൺട്രോളിൽ നിന്ന് മൊത്തം കൈവിട്ട് പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. ഫൈനലി ഇറ്റ് ടച്ച്ഡ് എർത്ത്. അങ്ങനെ എന്ത് ചെയ്തു പറ, അവസാനം എന്ത് ചെയ്തു, ഭൂമിയിൽ എത്തിയില്ലേ, കുറെ മരത്തിന്റെ മുകളിലൂടെയൊക്കെയാണ് എത്തിപ്പെട്ടത്. ദ ബലൂൺ സ്ട്രഗിൾഡ് മാഡ്ലി ലൈക്ക് എ വൂണ്ടഡ് ബീസ്റ്റ്. അല്ലേ, ഒരു പ്രേതത്തെ പോലെ, ഒരു ബീസ്റ്റിനെ പോലെ, മുറിയൊക്കെ ആയിട്ടുള്ള ഒരു ബീസ്റ്റിനെ പോലെ എന്ത് ചെയ്തു, ബലൂൺ അവസാനം എന്ത് ചെയ്തു, ലാൻഡ് ചെയ്തു. ദ പെസൻസ് അറൗണ്ട് വണ്ടേർഡ്. അതിന് ചുറ്റുള്ള കർഷകർ എന്ത് ചെയ്തു, വന്ന് അത്ഭുതപ്പെട്ടു. ആൻഡ് ദ സൈറ്റ് ഓഫ് ദി ബലൂൺ, എന്ത് കണ്ട് അറ്റ് ദ സൈറ്റ് ഓഫ് ബലൂൺ, ബലൂണിന്റെ ഈ വീഴ്ച കണ്ടുകണ്ടല്ലേ, ഈ ലാൻഡ് ചെയ്ത് കണ്ട എല്ലാവരും ഞെട്ടി. ദ കൗസ് ലുക്ക്ഡ് വണ്ടർഫുള്ളി. അല്ലേ, അവിടെയുള്ള പശുക്കളൊക്കെ നോക്കിയത് എങ്ങനെയാണ് പറ, വണ്ടർ അടിച്ചാൽ നോക്കിയത്. അറ്റ് 5 men ആൻഡ് ദ മാസീവ് ബലൂൺ, 5 ആൾക്കാരെയും പിന്നെ ആ വലിയ ബലൂണിനെയും അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. ബട്ട് ദ പെസൻസ് ഹെൽപ്ഡ് ദം. പക്ഷെ പെസൻസ് എന്ത് ചെയ്തു, അവർ സഹായിച്ചു. റീച്ച് ദ സ്റ്റേഷൻ അറ്റ് ഹേസ്റ്റ്. എന്തിനെ, ഹെൽപ്ഡ് ദം ടു റീച്ച് ദ സ്റ്റേഷൻ. എന്തിനാണ് പറ, ടു റീച്ച് ദ സ്റ്റേഷൻ അറ്റ് ഹേസ്റ്റിലെ, ഹേസ്റ്റിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. ഫ്രം ദർ ദേ ടുക്ക് ദ ട്രെയിൻ ടു പാരീസ്. അവിടെ നിന്ന് എന്ത് ചെയ്തു പറ, അവർ പാരീസിലേക്കുള്ള യാത്ര എന്ത് ചെയ്തു, വീണ്ടും ആരംഭിച്ചു. അത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്ററിൽ. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ മക്കളെ? നെക്സ്റ്റ് നോക്കിക്കോളൂ, യൂണിറ്റ് 3. യൂണിറ്റ് 3 ചാപ്റ്റർ 3 ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ദ സാക്രഡ് ടൈറ്റിൽസ് ഓഫ് കണ്ടാവു. സാക്രഡ് ടൈറ്റിൽസ് ഓഫ് കണ്ടാവു ഏതാണ്, ഫിജിയൻ ലെജൻഡ് ആട്ടോ. ഇതിൽ ഒരു ഫിജിയനിൽ ഉണ്ടായിരുന്ന ഒരു ലെജൻഡ്, ഒരു ഫിജിയനിൽ ഉണ്ടായ ഒരു സംഭവം, നിലവിലുള്ള അവരുടെ കസ്റ്റം സിസ്റ്റം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഒരു ആചാരം. നോക്കിക്കോളൂ, ദ സാക്രഡ് ടൈറ്റിൽസ് ഓഫ് കണ്ടാവു ഈസ് എ കൈൻഡ് ഓഫ് ട്രാവൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഹിയർ ദ ട്രാവൽ ടേക്സ് ദ റീഡേഴ്സ് ടു ദ ഐലൻഡ് ഓഫ് ഫിജി. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രാവൽ here the travel takes the readers. യാത്രക്കാരൻ the travel takes the readers. വായിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്, യാത്ര ചെയ്ത് കൊണ്ടുപോകുന്ന കൊടുക്കാണ് ടു ദ ഐലൻഡ് ഓഫ് ഫിജി. അല്ലേ, ഫിജി എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. ദേ കം ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് സ്ട്രേഞ്ച് റിച്വൽ ഓൺ എ ഫിജിയൻ ഐലൻഡ്.
ഈ ഫിജിയൻ ഐലൻഡിലുള്ള ഒരു സ്ട്രേഞ്ച് അപരിചിതമായിട്ടുള്ള ഒരു റിച്വൽ എന്താ റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ആചാരമുണ്ട്. ആ ആചാരത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടോ. The ritual is connected to a story from a village in a കണ്ടാവൂ. സത്യത്തില് ഈ ഒരു ആചാരം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു വില്ലേജ് ഉണ്ട് ഈ ഫിജിയൻ ഐലൻഡിൽ. ആ ഐലൻഡിന്റെ പേരെന്താന്ന് പറയുക, കണ്ടാവൂ എന്നാട്ടോ. കടവൂ എന്ന ഇതിൽ വായിക്കൽ എന്താണ്, കണ്ടാവൂ എന്നാണ്. ഈ കണ്ടാവൂ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു ഐലൻഡിൽ ഒരു ആചാരമുണ്ട്. There the women chant to the call turtles അല്ലേ. അതെന്താ വെച്ചാൽ അവിടെയുള്ള പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്ന പറയുക, There the women, സ്ത്രീകൾ എന്ത് ചെയ്യും, ചാണ്ട് ഇങ്ങനെ മന്ത്രിക്കും to call the turtles അല്ലേ. ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കാണ്ട് ഈ ടർട്ടിൽസ് ഉണ്ടാവില്ലേ, കടലാമകൾ ഉണ്ടാവില്ലേ, അവരെങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് കോൾ, അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിടുന്ന ഒരു പ്രത്യേക ആചാരം എവിടെ ഉണ്ട്, ഈ കണ്ടാവൂ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് കേട്ടോ. ഫിജിയൻ ഐലൻഡിൽ പെട്ടാണ് കണ്ടാവൂ. ലോങ് എഗോ, അതിന്റെ പിറകിലുള്ള ഹിസ്റ്ററി പറയുന്നത്, ലോങ് എഗോ, വർഷങ്ങൾക്ക് മുമ്പ് ഇൻ ദ ലവ്ലി വില്ലേജ് ഓഫ് നെമുവാന എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വില്ലേജിൽ, ആൻ ഐലൻഡ് ഓഫ് ഫിജി, ഫിജിയിലുള്ള മറ്റൊരു ഐലൻഡ് ആട്ടോ, ഇവിടെ ബ്യൂട്ടിഫുൾ പ്രിൻസസ്, ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രിൻസസ് താമസിച്ചിരുന്നു. അതിന്റെ പേരാണ് ടിനൈ കൊബോഗ എന്ന് പറയുന്ന ഒരു പ്രിൻസസ് ആട്ടോ. ഷീ വാസ് ദ വൈഫ് ഓഫ് ദ ചീഫ്. അവളെന്തായിരുന്നു, ആ നെമുവാനയിലുള്ള ചീഫിന്റെ വൈഫായിരുന്നു. ആര്, ടിനൈ കൊബോഗ. ആരാണ് പറ, ടിനൈ കൊബോഗ എന്ന് പറയുന്നത് കേട്ടോ. ദ ചീഫ് ആൻഡ് ഹിസ് വൈഫ് ഹാഡ് വൺ ഡോട്ടർ. ഇവർക്ക് രണ്ടാക്കും കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിന്റെ പേരാണ് എന്ത് പറ, റൊഡാലിസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, റൊഡാലിസ് ഓഫൻ ജോയിൻഡ് ഹെർ മദർ ഫോർ ഫിഷിംഗ്. റൊഡാലിസ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ടോ, ഓൾ അമ്മന്റെ കൂടുതൽ ഇങ്ങനെ മീൻ പിടിക്കാൻ പോലുണ്ടായിരുന്നു. വൺ ഡേ ദേ സ്റ്റേഡ് സോ ക്ലോസ് ടു ഷോർ ഫോർ ഫിഷിംഗ്. ഒരു ദിവസം ഓരെന്ത് ചെയ്തവരെ കടൽ തീരത്ത് ഇങ്ങനെ വന്നുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, they were so engrossed in fishing that they didn't notice the stealthy approach of the fishermen from the village of നെബുക്കലേവ്. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് നെബുക്കലേവ് എന്ന് പറയുന്ന വില്ലേജിലുള്ള കുറച്ച് ഫിഷർമാൻ എന്ത് ചെയ്തു, അവരെ വന്ന് പിടിച്ചു. ദ ഫിഷർമാൻ കെയിം ക്ലോസ്. അങ്ങനെ എന്ത് ചെയ്തു, ഫിഷർമാൻ അവരെ തൊട്ടടുത്ത് വന്നു. ആൻഡ് ജംപ്ഡ് ഔട്ട് ഓഫ് ദെയർ കാനോയിലെ, അവരുടെ വഞ്ചിന്ന് എന്ത് ചെയ്തു, കെനോയി എന്ന് പറഞ്ഞ കേസാൽ അവരെ വഞ്ചിട്ടോ, അവരെ വഞ്ചിന്ന് എന്ത് ചെയ്തു, ഒരു പെട്ടെന്നൊരു ചാടിയിട്ട് ടിനൈ കൊബോഗ ചാടിയിട്ട് എന്ത് ചെയ്തു പറ, ടിനൈ കൊബോഗ ആൻഡ് ഹെർ ഡോട്ടർ റൊഡാലിസ് ക്രൈഡ് ലൗഡ് ടു മേക്ക് ദം ഫ്രീ അല്ലേ. അവരെന്ത് ചെയ്തു, അവരെ പിടിച്ച സമയത്ത് ഈ ടിനൈ കൊബോഗയും റൊഡാലിസും എന്ത് ചെയ്തു അറിയോ, ഉറക്കിനെ കരഞ്ഞു. എന്തിന്, ടു മേക്ക് ദം ഫ്രീ, അവരെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദേ വർ സോ ക്രൂവൽ. പക്ഷേ ഈ നെബുക്കലേവിലുള്ള ഫിഷർമെൻ ഇല്ലേ, ഈ ഫിഷർമെൻ എന്തായിരുന്നു, വളരെ വളരെ ക്രൂരന്മാരായിരുന്നു. ദേ ലോവ്ഡ് അറ്റ് ദം. അവരെന്ത് ചെയ്തു അറിയോ, ഇവരെങ്ങനെ കരച്ചിൽ കേട്ടപ്പോൾ ഇവരിങ്ങനെ ചിരിക്കാൻ തുടങ്ങി ഫിഷർമെന്. But the gods were not pleased. പക്ഷെ ദൈവത്തിന് സന്തോഷമായില്ല with the fishermen's greed അല്ലേ and cruelty. ഈ ഫിഷർമെൻ്റെ കാട്ടിക്കൂട്ടൽ ഉണ്ടാവില്ലേ, അവരുടെ ആർത്തിയും അവരുടെ ക്രൂരത ഒന്നും ആർക്കും ഇഷ്ടമായില്ല, ദൈവത്തിന് ഇഷ്ടമായില്ല. സഡൻലി they send huge storm. അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയോ, ഗോഡ്സ് ഉണ്ടാവില്ല, ദൈവങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് കേട്ടോ. ദൈവങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ, ഒരു വലിയൊരു കൊടുങ്കാറ്റ് അവർക്ക് വേണ്ടി അയച്ചു. ആൻഡ് tossed the canoe എന്ന് പറഞ്ഞു വെച്ചാൽ ആ വഞ്ചിനെ എന്ത് ചെയ്തു, മറിച്ചിട്ടു. At this time they did not notice what was happening to the two women. ആ സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. എന്തുണ്ടായി പറ, ആ രണ്ട് പെൺകുട്ടികൾക്ക് എന്തുണ്ടായി എന്നിട്ടോ. ആ പെൺകുട്ടികൾ എന്തായത്, ലേറ്റർ ദേ സോ, അവർ കണ്ടു, the two women had been turned into a giant turtles അല്ലേ, sea turtles. പെട്ടെന്ന് എന്ത് ചെയ്തു, അവർ മനസ്സിലാക്കി ആ രണ്ട് സ്ത്രീകൾ എന്തായിട്ട്, റൊഡാലിസും ടിനൈ കൊബോഗയും വലിയ കടലാമകളായി മാറിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി. Then the sea became calm. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, ഇവർ കടലാമകളായല്ലോ, അങ്ങനെ ആയ സമയത്ത് എന്ത് ചെയ്തു, ഈ കടൽ ശാന്തമായി. The fisherman ran from there with a fright. പേടിച്ച് വിറച്ചുകൊണ്ട് അവിടെയുള്ള ഫിഷർമാൻ എന്ത് ചെയ്തു, ഓടിപ്പോയി. The Fijians still believe that. ഇപ്പോഴും ഫിജിയനിലുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ട്, ടിനൈ കൊബോഗ ആൻഡ് റൊഡാലിസ് live in the water of that bay. ആ ഒരു ബേല് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ടിനൈ കൊബോഗയും അതുപോലെ തന്നെ റൊഡാലിസും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഇപ്പോഴും ഫിജിയൻ ഐലൻഡിൻ്റെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. Even today the women
women from Nemuana village are dressed in mourning clothes to chant the song of their beloved turtles. Even today, ഇന്ന് പോലും the women from Nemuana, നെമുവാനയിലുള്ള സ്ത്രീകൾ ഉണ്ടാവില്ലേ, നെമുവാന വില്ലേജിലുള്ള സ്ത്രീകൾ ഉണ്ടാവില്ലേ, are dressed in mourning. മോർണിംഗ് എന്നൊക്കെ വെച്ചാൽ ദുഃഖാചരണം ഉണ്ടാവില്ലേ, ദുഃഖാചരണത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട്, ശ്രദ്ധിക്കുക, to chant the song for their beloved. എന്തിനാണ് അവർ ഡ്രസ്സ് ധരിക്കുന്നത്? to chant, മന്ത്രിക്കാൻ. എന്ത് പാടാനാണ്? song for their beloved turtles എന്നൊക്കെ വെച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന 2 ടേർട്ടിലായി മാറിയിട്ടുള്ള നമ്മളെ ടിനൈക്കോബോബയും അതുപോലെ തന്നെ അല്ലേ റഡാലിസിന് വേണ്ടിയിട്ട് അവരെങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. they think that, അവർ വിചാരിക്കുന്നു, the giant turtles ഉണ്ടാവില്ലേ, ഈ വലിയ ഈ ആമകൾ ഉണ്ടാവില്ലേ, would rise, അവർ ഉയർന്നു വരും, to surface of the bright blue waters, ഈ മനോഹരമായിട്ടുള്ള ഈ നീല വെള്ളത്തിന്റെ മുകൾക്ക് എന്ത് ചെയ്യും, അവരിങ്ങനെ ഉയർന്നു വരുന്നവർ ഇപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എന്ന്. ആർക്ക് വേണ്ടിയിട്ട്? റുഡാലിസിന് വേണ്ടിയിട്ടും ചിനൈക്കോബർഗുക്ക് വേണ്ടിയിട്ടും. ഇന്നും നമ്മളെ ഏത് വില്ലേജ് ആയിരുന്നു പിടുത്തം വിട്ടാ? നെമുവാന വില്ലേജിലുള്ള ആളുകൾ. ബട്ട് ഒരു കാര്യം കേട്ടോ, ഈ നെബുക്കലേവ് പറഞ്ഞ സ്ഥലമല്ലടാ, ഈ നെബുക്കലേവിലുള്ള ആളുകൾ വന്നാൽ ഇവരെന്ത് ചെയ്യില്ല, പിന്നെ നമ്മളെ ഈ 2 ആളുകൾ റൊഡാലിസും പിന്നെ ടുനൈക്കോബോബും തിരിച്ചു വരില്ല എന്നൊരു വിശ്വാസമുണ്ട്. കാര്യം എന്താണ്? ഫിഷർമാൻ എവിടെ ഉള്ളതാണ്? ഫിഷർമാൻ അല്ലേ മീൻപിടുത്തക്കാർ എവിടെ ഉള്ളതാണ്? നെബുക്കലേവിലുള്ളത്. അപ്പോൾ അവർ വന്നാൽ എന്ത് ചെയ്യില്ല, അവർ പൊന്തി വരില്ല, ഉയർന്നു വരില്ല എന്ന് പറയുന്നൊരു വിശ്വാസം ഇപ്പോഴും അവർക്കുണ്ട് കേട്ടോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇനി നോക്കിക്കോളൂ, പിന്നെ നമ്മൾ അടുത്തൊരു ചാപ്റ്റർ എടുക്കുകയാണ്, ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. അഞ്ജന മജേന്ദറിനാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. യൂണിറ്റ് 4 ചാപ്റ്റർ 1. ദാറ്റ്സ് ഓൾ. ഇനി നോക്കിക്കോളൂ, ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാട്ടോ പറയുന്നത്. ഓൾറെഡി നിങ്ങൾ നമ്മളെ ചാനൽ ഇത് കണ്ടിട്ടുണ്ടാവില്ലേ, നോക്കിക്കോളൂ നിങ്ങൾ. ഡിസാസ്റ്റേഴ്സ് ആർ ഗ്ലോബൽ സിനാരിയോ അല്ലേ, ഡിസാസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഗ്ലോബലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ. ഇറ്റ്സ് റിയലി ചലഞ്ചസ് ഫോർ ഹോൾ ഹ്യൂമാനിറ്റി. സത്യത്തിൽ എല്ലാ മനുഷ്യരാശിക്ക് തന്നെ എന്താണ് ഒരു വെല്ലുവിളിയാണെന്ത് ഈ മറ്റേ ഡിസാസ്റ്റർ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. നൗഡേയ്സ് ഇന്ന് ഡിസാസ്റ്റേഴ്സ് ഹാവ് ഇൻക്രീസ്ഡ്. ഇന്ന് ഈ ദുരന്തങ്ങൾ എന്ത് കൂടിയിട്ടുണ്ട്, ബോത്ത് ഇൻ ഫ്രീക്വൻസി, അതിൻ്റെ ഫ്രീക്വൻസിയിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ആഴം നോക്കുകയാണെങ്കിലും ഇല്ലേ, എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഇല്ലേ. പണ്ടത്തെ പോലെയാണോ ചെറിയ ഭൂകമ്പമാണ് ഇപ്പോൾ ഉള്ളത്? അല്ല, വലിയ ഭൂകമ്പങ്ങളൊക്കെയാണ് ഇപ്പം എന്ത് ചെയ്യുന്നത് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാറ്റ് വിട്ട് വലിയ കാറ്റ്, അല്ലേ ചെറിയ വെള്ളപ്പൊക്കം വിട്ട് വലിയ വെള്ളപ്പൊക്കമായി. ദേ കോസ് ഗ്രേറ്റ് ലോസ് ഓഫ് ലീവ്സ് ആൻഡ് പ്രോപ്പർട്ടി അല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ജീവനും നഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടി സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ദുരന്തങ്ങൾ കാരണത്താൽ. We can see that countries with lower human development are more vulnerable. ഇതിന് നമുക്ക് കാണാൻ കഴിയും കൺട്രീസ് വിത്ത് ലോവർ ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലേ, അതായത് മനുഷ്യന്മാരുടെ ഡെവലപ്മെന്റ് കുറഞ്ഞ കുറേ രാജ്യങ്ങളുണ്ട്, ആർ മോർ വൾണറബിൾ. ഇന്ന് അതെന്ത് പറ്റില്ലാണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ് ആർ മോസ്റ്റ് എഫക്റ്റഡ് ബൈ ഫ്ലഡ്സ്. ഇന്ത്യ, അതുപോലെ തന്നെ ചൈന, അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലേ ഫ്ലഡ് പറഞ്ഞാൽ വെള്ളപ്പൊക്കം കാരണത്താലല്ലേ. ഇപ്പോഴും നമ്മൾ ചെന്നൈയിൽ വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ, ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. കഴിഞ്ഞ വർഷം 2018 പറഞ്ഞ സിനിമ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 2018 വെള്ളപ്പൊക്കം എന്ന് പറയുന്ന വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഒരു ദുരന്തം നമ്മളവിടെ കഴിഞ്ഞു പോയ സമയത്ത് അതൊരു ഫിലിമാക്കി വന്നതാട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ഹവർ ഏതായാലും ഡ്രോട്ട്, വരൾച്ച അല്ലേ, വരൾച്ച എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഈസ് ദ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ്, ഏറ്റവും മാരകമായിട്ടുള്ള ഓഫ് ഓൾ ഡിസാസ്റ്റേഴ്സ്. ദുരന്തങ്ങളിലെ ഏറ്റവും മാരകമായിട്ടുള്ള ദുരന്തമാണ് എന്ത്? വരൾച്ച, വെള്ളം കിട്ടാണ്ടാവുക എന്ന് പറഞ്ഞൊക്കെ വെച്ചാൽ കേട്ടോ. ഇന്ത്യ ഈസ് വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ് മെയിൻലി ഡ്യൂ ടു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ. നമ്മളെ ഇന്ത്യയാണ് ശരിക്കും ഏറ്റവും ദുരന്ത സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഡ്യൂ ടു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, അതിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ജിയോളജിക്കൽ ഫോർമേഷൻ, ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലേ, ഭൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ അല്ലേ ഇന്ത്യൻ്റെ ലാൻഡ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ വെച്ചാൽ തന്നെ ഇന്ത്യൻ്റെ എൻഡിങ്ങനെ വരുന്ന സമയത്ത് ഇവിടൊക്കെ കടലാണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്ലഡ്, അതുപോലെ തന്നെ വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസാസ്റ്റർ എപ്പോഴും ഇന്ത്യക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ദ ലോങ് കോസ്റ്റ് ലൈൻസ്, തീരപ്രദേശങ്ങൾ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇന്ത്യൻ്റെ കുറേ തീരപ്രദേശങ്ങളിലെ പെരന്നിയൽ വറ്റാത്ത റിവേഴ്സിൻ്റെ നോർത്ത് സ്നോ ക്ലാഡ്, അതുപോലെ തന്നെ സ്നോ ക്ലാഡ് എന്ന് പറയുക വെച്ചാൽ മഞ്ഞ് പുതച്ച പീക്സ് ഉണ്ടാവില്ലേ, വലിയ കുന്നുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കുളുമണാലിക്കൊക്കെ പോയാൽ കാണാൻ പറ്റൂലേ, വലിയ മഞ്ഞ് പുതച്ചിട്ടുള്ള കുറേ വലിയ മലകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഡേഞ്ചറാണ്. അതിങ്ങനെ ശരിക്കും ഒരുക്കി വന്നാൽ ഇവിടെ വെള്ളം കൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതുപോലെ തന്നെ റിവേഴ്സ് അല്ലേ, ഒരിക്കലും വറ്റാത്ത പുഴകൾ,
ഇതൊക്കെ എന്താണ് പറയുക, ആർ എക്സെട്ര ലീഡ് ടു ഡിസാസ്റ്റേഴ്സ്, ഇതെല്ലാം നെയ്യുന്നുണ്ട്, ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യ ഈസ് എഫക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ലാൻഡ് സ്ലൈഡ്സ് അല്ലേ. ഇന്ത്യയിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഇതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ്. എന്താ ലാൻഡ് സ്ലൈഡ്സ് എന്നൊക്കെ വെച്ചാൽ, പിന്നെ എന്താണ് ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ വെച്ചാൽ മണ്ണിടിച്ചിൽ. വെരി ഗുഡ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഫ്ലഡ്സ് ഇല്ലേ, മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ, ഡ്രോട്ട്സ്, വരൾച്ച, എർത്ത് ക്വേക്ക്, ഭൂകമ്പം അല്ലേ, ഹെയ് സ്റ്റോം എന്നൊക്കെ വെച്ചാൽ ആലിപ്പഴം ഇങ്ങനെ വീഴുക അല്ലേ, മഞ്ഞിങ്ങനെ ആലിപ്പഴം വീഴാന്ന് കേട്ടിട്ടില്ലേ, അതൊക്കെ വലിയ പ്രശ്നം കേട്ടോ, ഇന്ത്യയിലൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടിട്ട് നിങ്ങൾ പോയൊക്കെ ഉണ്ട് പുറത്തൊക്കെ, മഞ്ഞിങ്ങനെ വീണിട്ട് ആളുകൾ എൻ്റെ അമ്മേ പൊന്നെ എന്നൊക്കെ പറയാൻ ഞാനൊക്കെ ഒരിക്കൽ അനുഭവിച്ചിട്ടുണ്ട്. സൈക്ലോൺസ്, ചുഴലിക്കാറ്റൊക്കെ ഉണ്ടായിട്ടോ. ആൻഡ് ഈവൻ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതൊന്നും കൂടാണ്ട് മനുഷ്യന്മാരും ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ബ്ലഡി ചങ്ങായിമാർ. ലൈക്ക് റൈറ്റ്സ്, കലാപങ്ങൾ പോലെ ആൻഡ് ഗ്യാസ് ലീക്സ് അല്ലേ, ഗ്യാസ് ലീക്സ് ഒക്കെ ഉണ്ടാക്കില്ലടാ, അശ്രദ്ധ കാരണത്താൽ ഗ്യാസ് ലീക്സ് ഒക്കെ ഉണ്ടായിക്കാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ദുരന്തങ്ങൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട് ഇന്ത്യയിൽ. ഡിസാസ്റ്റേഴ്സ് കോസ് വൈഡ് സ്പ്രെഡ് ഡാമേജ്, ഈ ദുരന്തങ്ങൾ കാരണം ഒരുപാട് വലിയ ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത് അല്ലേ, ഒരുപാട് നാശനഷ്ടങ്ങളും മരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദേ ഡാമേജ് ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം. ഈ ഡിസാസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, ഒരു മനുഷ്യൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ മൊത്തം ഇല്ലാണ്ടാക്കുന്ന, നശിപ്പിക്കുന്നുണ്ട്. നെയിംലി കമ്മ്യൂണിക്കേഷൻ അല്ലേ, ഇതുപോലെ പേരിന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമ്മളെ പരസ്പരം അങ്ങനെ കമ്മ്യൂണിക്കേഷൻ അല്ലേ, ബന്ധപ്പെടാൻ പറ്റാണ്ടാവുക, അതുപോലെ തന്നെ കറണ്ട് ഇല്ലാണ്ടാവുക, പവർ സപ്ലൈ, വെള്ളം ഇല്ലാണ്ടാവുക അല്ലേ, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട്ലി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത്. സ്പെഷ്യലി ഇപ്പോൾ ഗാസയിലൊക്കെ ഒരു യുദ്ധം നടക്കുന്നുണ്ടല്ലോ, അവിടെയുള്ള ആളുകൾക്ക് വെള്ളം ഇല്ലാണ്ടാവുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. കമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ബാഡ്ലി എഫക്റ്റഡ് അല്ലേ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ ഒക്കെ വളരെ മോശം അവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഓരോ ഈ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നത് കേട്ടോ. ഡെത്ത് ഈസ് സംടൈംസ് കോസ്ഡ് ബൈ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സ്. ഈ മരണം പല സമയത്തും സംഭവിക്കുന്നത് ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞാടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മരണങ്ങൾ പല തവണ എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതുകൊണ്ട് തന്നെ സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിംഗ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ്. നല്ല സേഫ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കണം അല്ലേ. ബിൽഡിംഗ് കോഡ്സ്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ഷുഡ് ബി സ്ട്രിക്ട്ലി ഇംപ്ലിമെന്റഡ്. തീർച്ചയായിട്ടും സ്ട്രിക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം പറ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ഉണ്ടാവില്ലേ, അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന്. മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട് അറിയോ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ എന്ത് ചെയ്യുന്നത്, സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക റോൾ ഉണ്ട് അല്ലേ, ഒരു പ്രത്യേക റോൾ ഉണ്ട്. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് ഓൾസോ പ്ലേസ് എ ഫെസിലിറ്റേറ്റിംഗ് റോള്. ഈ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഒരു വല്ലാത്ത റോൾ പങ്കുവഹിക്കുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ അല്ലേ, അതായത് പുനരധിവാസം ഓഫ് വിക്ടിംസ് ഈസ് ഡൺ ത്രൂ ദി പ്രോപ്പർ കോർഡിനേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു കോപ്പറേഷൻ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ അതിലൊക്കെ അല്ലേ, ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായ സമയത്ത് നമ്മൾ എന്തുണ്ടാക്കിയിരുന്നു, ഓരോരുത്തർ ഷെൽട്ടർ ഉണ്ടാക്കിയിരുന്നു അല്ലേ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, പിന്നെ ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടാക്കിയിരുന്നില്ലേ. കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറേ അതിനെന്തെന്ന് പറയടാ, ഒന്ന് കമൻറ്റിൽ വായോ, എന്തെന്നതിന് പറയാം, എന്തെന്നതിന് പറയാം, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ ഓരോ മാറ്റി പാർപ്പിച്ചതിനെന്താ പറയാ, ദുരിതാശ്വാസ ക്യാമ്പ് അല്ലേ. യെസ്, ക്യാമ്പ് റൈറ്റ് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ക്യാമ്പ്, ഒരുപാട് ക്യാമ്പുകൾ ഉണ്ടാക്കിയിരുന്നു അല്ലേ. റെസ്ക്യൂ ടീം ഷുഡ് ലേൺ സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അവിടെയൊക്കെ ഒരുപാട് റെസ്ക്യൂ ടീംസ് ഉണ്ടായിരുന്നു. ഇനി പറയട്ടോ, റെസ്ക്യൂ ടീം ഷുഡ് ലേൺ സ്പെഷ്യൽ സ്കിൽസ്. ഒരുപാട് നല്ല സ്പെഷ്യൽ സ്കിൽ ആര് ലേൺ ചെയ്യണം, റെസ്ക്യൂ ടീം. ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, അവരുടെ മനോഭാവം മാറണം കേട്ടോ. ബിസൈഡ്സ്, ഇതൊന്നും കൂടാണ്ട് ദേ ഷുഡ് ബി വെൽ എക്യുപ്ഡ്. അവരുടെ അടുത്ത് എന്ത് വേണം, നല്ല എക്യുപ്മെൻറ്റ്സ് വേണം. ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ, ഒരു വരൾച്ച മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെറുതെ മണ്ണ് വെട്ടിയിട്ട് പോയാൽ മതിയോ, ഒരു JCB കൊണ്ടുവന്നാണ് പെട്ടെന്ന് റെഡിയാക്കണ്ടല്ല അല്ലേ. ശ്രദ്ധിക്കുക, വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലേ, അവരുടെ അടുത്ത് വെറുതെ ഒരു എക്യുപ്മെൻറ്റ് മാത്രം പോരാ, വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി, നല്ല ടെക്നോളജി അവരുടെ അടുത്ത് വേണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കയറാൻ നമുക്ക് ദ സെറാങ് ഓഫ് റെനഗഞ്ചി ആട്ടോ. ഡോക്ടർ AJ ക്രോണിനാണ്. യൂണിറ്റ് 4 ചാപ്റ്റർ 2. യൂണിറ്റ് 4 ചാപ്റ്റർ 2. ഇത് യൂണിറ്റ് 4 ചാപ്റ്റർ 1. ഇത് യൂണിറ്റ് 4 ചാപ്റ്റർ 2 ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ദ സെറാങ് ഓഫ് റെനഗഞ്ചി എന്ന് പറയുന്ന ചാപ്റ്റർ ആട്ടോ, AJ ക്രോണിൻ്റെതാണ്.
നോക്കിക്കോളൂ. ഇറ്റ്സ് അബൌട്ട് എ സീ വോയേജ്. അതൊരു കടൽ യാത്രയെ കുറിച്ചാണ്. ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. എവിടെ നിന്നാണ് പറ? ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയ്ക്കുള്ള ഒരു യാത്രയാണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഗതി ആട്ടോ. ഇറ്റ് ടെൽസ്, ഇതിൽ പറയുന്നത് ഹൗ ദ ഓതർ ആൻഡ് ദ ഹീറോ ഓഫ് ദ സ്റ്റോറി മാനേജ് എ പൊട്ടൻഷ്യൽ കലാമിറ്റി. പൊട്ടൻഷ്യൽ കലാമിറ്റി സൈലന്റ് ആൻഡ് ബ്രേവ്ലി അല്ലേ. ഇത് ഈ കപ്പലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വല്ലാത്തൊരു ഒരു കലാമിറ്റി, ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് അതിലുള്ള ഓതർ, ഈ കഥ എഴുതിയ ആളല്ലേ നമ്മളെ എ ജെ ക്രോണിന്, ആൻഡ് ഹീറോ, ഈ കഥയിൽ ഒരു ഹീറോ ഉണ്ട്. ആ ഹീറോ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ആ ഒരു കലാമിറ്റീനെ, ഒരു പൊട്ടൻഷ്യൽ കലാമിറ്റിനെ മാനേജ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സൈലന്റ്ലി, നിശബ്ദമായിട്ടും, ആൻഡ് ബ്രേവിലി, ബുദ്ധിപരമായിട്ടുള്ള ധൈര്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ ഫാഷനബിൾ ലേഡീസ് റിമാർക്സ് അബൌട്ട് നേറ്റീവ് സീമാൻ അല്ലേ. സി, ഈ കഥൻ്റെ തുടക്കം തന്നെ പറയുന്നത് അതിലൊരു ഫാഷനബിൾ ആയിട്ടുള്ള ലേഡി, നല്ല സ്റ്റൈലാക്കി വരുന്ന ഒരു ലേഡി ഉണ്ട്. ആ ലേഡിൻ്റെ പേര് നമുക്കറിയാലോ, ജോബ് സ്മിത്ത് എന്ന പേര് കേട്ടോ. എന്താ പേര്? ജോബ് സ്മിത്ത്. ആ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് എന്ത് ചെയ്തു? റിമാർക്ക് അബൌട്ട് എ നേറ്റീവ് സീമാൻ അല്ലേ. അതിലുള്ള ഒരു സീമാൻ, നമ്മൾ ഹസൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിലുള്ള പേരെന്താണ് പറ? ഹസനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മോശം വാക്ക് പറയുന്നുണ്ട്. ഹി വാസ് എൻ അഗ്ലി മാൻ. അവൻ എന്താണ്? ഒരു അഗ്ലി മാൻ ആണ്, മോശമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരു ഷോർട്ട് ലെഗ്സ്, കാലൊക്കെ ചെറിയ അല്ലേ, ലാർജ് ഹെഡ്, വലിയ തലയുള്ള പിന്നെ അല്ലേ, വലിയ തലയുള്ള, ഇതിപ്പോൾ തല വലുതാക്കിയില്ലേ. യെസ്, വലിയ തലയുള്ള ഒരുത്തനാണ് ആര്? ഹസന്. പിന്നെ അവൻ്റെ കാലെന്ന് പറയുന്നത് എന്താണ് പറ? ഷോർട്ട് ലെഗാണ് അവനക്കുള്ളതെന്ന കാര്യം പറയുന്നത് നമ്മളെ ഈ സ്മിത്ത് പറയുന്നത് കേട്ടോ. ആരെക്കുറിച്ച്? ഹസനെ കുറിച്ച്. വിത്ത് ഷോർട്ട് ലെഗ് ആൻഡ് ലാർജ് ഹെഡ്. ഹി വാസ് ദ ബോസ്വെയിൻ ഓഫ് ദി ഷിപ്പ്. ഈ ഷിപ്പിൻ്റെ രണഗഞ്ചി എന്ന ഷിപ്പിൻ്റെ പേരെന്താണ് പറ? രണഗഞ്ചി. നിയന്ത്രിക്കുന്ന ഒരുവിധം എല്ലായിടത്തും എത്തുന്ന ആരെന്നെയാണ് പറ? നമ്മളെ പിന്നെ സ്രാങ്ക് നമ്മളെ മ്യായാവി അതിലെ സ്രാങ്ക്, അതിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആരാണ്? സെറാങ് കേട്ടോ. രണഗഞ്ചിൻ്റെ ഷിപ്പിൻ്റെ രണഗഞ്ചി എന്ന് പറഞ്ഞ പേരുള്ള ഷിപ്പിൻ്റെ സെറാങ് ആയിട്ടുള്ള ഹസനാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ദേ സ്പോക്ക് ഓഫ് ദം ഹിസ് ആസ് എ കോമിക് ക്രിയേച്ചർ. സത്യത്തിൽ ഈ പെണ്ണെന്ത് ചെയ്യാണ്? ഹസനെ കുറിച്ച് ഒരു മോശം കാര്യം പറയാം കേട്ടോ. ഒരു കോമിക് ക്രിയേച്ചറായിട്ടാണ് പറയുന്നത് അല്ലേ. ഒരു അല്ലേ, വലിയ തലുള്ള ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യാണ്? ഹസൻ ഇങ്ങനെ കളിയാക്കാണ് ആര് ചെയ്യുന്നത്? ഈ നമ്മുടെ ജോബ് സ്മിത്ത് ചെയ്യുന്നത്. എ ജെ ക്രോണിൻ ആ സമയത്ത് ദ ഫിസിഷ്യൻ ഓഫ് ദി ഷിപ്പ് ഇല്ലേ, ഈ കപ്പലിലുള്ള ഫിസിഷ്യൻ ഡോക്ടറാണ് ആര്? നമ്മളെ എ ജെ ക്രോണിൻ. ഹു ഓവർ ഹേർഡ് ദ റിമാർക്ക്. ഈ പറഞ്ഞത് ആര് കേൾക്കാണ്? നമ്മളെ എ ജെ ക്രോണിൻ കേൾക്കാണ് ഈ പെണ്ണ് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ്, ദ ഷിപ്പ് വാസ് ക്രൗഡഡ് വിത്ത് ടൂറിസ്റ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം വർ അക്കംബൈൻഡ് ബൈ ദെയർ വൈഫ്സ് ആൻഡ് ഫാമിലീസ്. ഈ കപ്പൽ എന്ന് പറഞ്ഞു വെച്ചാൽ ഫുൾ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ടൂറിസ്റ്റുകളെ കൊണ്ട്. മോസ്റ്റ് ഓഫ് ദം വർ അക്കംപനീഡ്. അതിൽ കുറേ ആളുകൾ എങ്ങനെ ഉണ്ടായെന്ന് അറിയോ? ബൈ ദെയർ വൈഫ്സ്, അവരുടെ വൈഫുമാരുടെ കൂട്ടത്തിലും അതുപോലെ തന്നെ ഫാമിലീൻ്റെ കൂട്ടത്തിലൊക്കെ. ഫാമിലി ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കേട്ടോ. വെൻ ദ ഷിപ്പ് ലാൻഡഡ് അറ്റ് ദ പോർട്ട് അല്ലേ, ആ പോർട്ടിലെത്തിയ സമയത്ത് സെഡ് ദ ടൂറിസ്റ്റ് വെന്റ് ഔട്ട് ഫോർ ദി ഷോപ്പിംഗ്. അവരോട് പറഞ്ഞു പോർട്ട് സൈഡ് ആട്ടോ. പോർട്ട് സൈഡിലെത്തിയ സെഡല്ല, പോർട്ട് സൈഡിലെത്തിയ സമയത്ത് ടൂറിസ്റ്റുകൾ എന്ത് ചെയ്തു പറ? ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് പോയി. ഓൺ ദ ഫോളോയിങ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ സെറാങ് അപ്പിയർഡ് വിത്ത് 2 ലസ്കാർസ് അല്ലേ. അതായത് സെറാങ് 2 ആളുകളുമായിട്ട് ആര് വരികയാണ്? സെറാങ് 2 ക്ഷീണിച്ച ആളുകളുമായിട്ട് ആര് വരികയാണ്? നമ്മൾ ഹസൻ വരികയാണ്. ദേ വർ ഒബ്വിയസ്ലി സിക്ക്. സത്യത്തിൽ അവരെ കണ്ടാൽ തന്നെ അവർക്ക് എന്തുണ്ട് പറ? അസുഖമാണെന്ന് കേട്ടോ. ക്രോണിൻ എന്ത് ചെയ്തു? ഡയഗ്നോസ് ചെയ്തു. എന്താണ് കണ്ടെത്തിയതെന്നാണ്? ദേ വർ സഫറിങ് ഫ്രം സ്മോൾ പോക്സ്. അവർക്ക് എന്തുണ്ട് പറ? സ്മോൾ പോക്സ് ഉണ്ട്. വാട്ട് ഡു യു മീൻ ബൈ സ്മോൾ പോക്സ്? വസൂരി എന്ന് പറയുന്ന അല്ലേ, വസൂരി എന്ന് പറയുന്ന അസുഖം ആർക്കുണ്ട്? ഈ 2 പേർക്കുണ്ട് എന്ന് മനസ്സിലാക്കി. ക്രോണിൻ റിപ്പോർട്ടഡ് ദ മാറ്റർ ടു ദ ക്യാപ്റ്റൻ. നേരെ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയിക്കാണ്ട് എ ജെ ക്രോണിൻ എന്ത് ചെയ്തു? കാര്യം പറഞ്ഞു. ഹി അഡ്വൈസ്ഡ് ദ ഡോക്ടർ ടു കീപ് ഇറ്റ് ആസ് എ സീക്രട്ട്. അഡ്വൈസ് ചെയ്തു ഡോക്ടറോട് പറഞ്ഞു, ഈ ഡോക്ടറെ പ്ലീസ് ആരോട് ഇത് മിണ്ടരുത് കേട്ടോ, സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന്. He requested the doctor to arrange an isolated area for the patients. അങ്ങനെ എന്ത് ചെയ്യുന്ന ഒരു ഡോക്ടറോട് പറഞ്ഞു, അതെ ഒരാളും എത്തിപ്പെടാത്ത അല്ലേ നമ്മൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നോ? അസുഖമുള്ള ആളുകളൊക്കെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു, കോവിഡൊക്കെ ഉള്ള ആളുകളല്ലേ. അതുപോലെ തന്നെ ഒരു ഐസൊലേറ്റഡ് ഏരിയ ഫോർ പേഷ്യൻസിന് എന്ത് ചെയ്തു? ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ദ സെറാങ് ഹെൽപ്ഡ് ടു മേക്ക് ദ ഷെൽട്ടർ ഓൺ ദ ഡെക്ക്. അങ്ങനെ എന്ത് ചെയ്യാണ്? ആ ഡെക്കിൽ, ആ കപ്പലിൻ്റെ ഉള്ളിൽ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറാങ്ങിലായിരുന്ന ഹസൻ എന്ന് പറയുന്ന ഓൻ എന്ത് ചെയ്തു? ഡോക്ടർ ഹെൽപ്പ് ചെയ്തു. വിത്തിൻ ആൻ അവർ, 1 മണിക്കൂറിനുള്ളിൽ ബിൽറ്റ് എ ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ. അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയോ? 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ക്യാൻവാസ് കൊണ്ട് ഒരു മറക്ക് കെട്ടിയാണ് ഓൻ എന്ത് ചെയ്തു പറ? ഒരു ഷെൽട്ടർ, ഒരു
കൂടാരുണ്ടാക്കിയ ഒരു ഹസൻ. അനദർ മാൻ ഷോഡ് സൈൻ ഓഫ് സ്മോൾ പോക്സ്. ആ സമയത്ത് വേറൊരു മനുഷ്യൻ എന്ത് ചെയ്തു, ഇതുപോലെ അസുഖമുള്ളത് പോലെ കാണിച്ചു കേട്ടോ. അറ്റ് ദാറ്റ് ടൈം ദ ഹസൻ ഹെൽപ്ഡ് ദ ഡോക്ടർ വിത്തൗട്ട് ഷോയിങ് എനി ഫിയർ. അല്ലേ, ആ സമയത്ത് ഹസൻ എന്ത് ചെയ്തു അറിയോ, ഡോക്ടറെ സഹായിക്കാണ് കേട്ടോ. വിത്തൗട്ട് ഷോയിങ് എനി ഫിയർ, ഒരു പേടിയില്ല. പേടിക്കുന്ന ഡോക്ടറെ ഞാനുണ്ടല്ലോ. ഹേയ് ഡോക്ടർ, ഡോണ്ട് ഫിയർ ബിക്കോസ് ഐ ആം ഹിയർ. ഡോണ്ട് ഫിയർ ബിക്കോസ് ഐ ആം ഹിയർ. കേട്ടോ നിങ്ങൾ എവിടെയും? ഹേയ് ഡിയർ ഡോണ്ട് ഫിയർ, ഐ ആം ഹിയർ. അല്ലേ, ഡിയർ ഫിയർ ഹിയർ. അല്ലേ, ശ്രദ്ധിച്ച് കേട്ടോളൂ. The next day, അല്ലേ, അങ്ങനെ അടുത്ത ദിവസം 6 or 7 men came with signs of smallpox. വസൂരിലുള്ള 5-6 ആളുകളാണ്, 5 6 7 ആളുകൾ പിറ്റേ ദിവസം വന്നു. Again Hassan took much care to treat them. അല്ലേ, അവരെയും എന്ത് ചെയ്തു, ഹസൻ എന്ത് ചെയ്തു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കെയർ ചെയ്യാട്ടോ. സെറാങ് സാറ്റ് വാച്ച്ഫുൾ. സെറാൻ ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. when one of victims was in a coma state. അല്ലേ, അതിൽപ്പെട്ട ഒരുത്തൻ എന്ത് ചെയ്തു, കോമയിൽ നിൽക്കുന്ന സമയത്ത് ഉറക്കൊളിച്ചാരും ഹസൻ നോക്കിക്കാട്ടോ. ഹസൻ വാസ് റിയലി ഫ്രം പഞ്ചാബ്. ഇത് അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ, ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെച്ചാൽ മതി കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. Hassan was really from Punjab. His parents had wandered to South India. അല്ലേ, അല്ലേ, സത്യത്തിൽ അവൻ്റെ പാരൻസ് എവിടെയാണ്, സൗത്ത് ഇന്ത്യയിലായിരുന്നു. ഹസൻ ശരിക്കും എവിടെയുള്ളതാണ് പറ, പഞ്ചാബിലാണ്. ഇറ്റ് വാസ് അറ്റ് ദ ടൈം ഹി ടുക്ക് എ seafaring life. അല്ലേ, ഇറ്റ് വാസ് ദാറ്റ് ടൈം. ആ സമയത്ത് അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യും, സൗത്ത് ഇന്ത്യക്ക് വന്ന സമയത്താണ് അവൻ എന്ത് ചെയ്യുന്നത്, ഈ കപ്പലിലുള്ള ജോലി തിരഞ്ഞെടുക്കുന്നത്. ഹി ഹാഡ് നോ പ്ലേസ് ഓൺ ഷോർ. അല്ലേ, അവനക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഓൺ ഷോർ ആൻഡ് റിമൈൻഡ് അൺമാരീഡ്. ഓനക്ക് കടലില്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഓൻ കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരുത്തനാണ് ഒരു ഹസൻ. ഹി ഹാഡ് നോ സേവിങ്, ഒരു സേവിങ് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് എജെ ക്രോൺ എക്സ്പ്രസ് ഹിസ് വിഷ്. അങ്ങനെ എജെ ക്രോണിന് തൻ്റെ ആഗ്രഹം പറയുന്നത് ദാറ്റ് ഹി ഷുഡ് ബി പെയ്ഡ് എക്സ്ട്രാ ഫോർ ദിസ് എക്സ്ട്രാ സർവീസ്. ഈ ഹസൻ ചെയ്ത ഈ സർവീസ് ഉണ്ടാവില്ലേ, അതുകൊണ്ട് തന്നെ അവനക്ക് കുറച്ചും കൂടെ പൈസ കൂട്ടി കൊടുക്കണം എജെ ക്രോണിൻ തീരുമാനിക്കാട്ടോ. ബട്ട് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷേ ഹസൻ പറഞ്ഞു, വേണ്ട മാഷേ, കൂടുതൽ പൈസ എനിക്ക് വേണ്ട. ഹി വാസ് ഹാപ്പി വിത്ത് വാട്ട് ഹി ഹാഡ്. ഹസൻ അവൻ്റെ അടുത്ത് എന്താണുണ്ട് അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. ആര്, ഹസൻ. when 2 of their patients died, അവരുടെ പേഷ്യൻസ് രണ്ടാളുകൾ മരിച്ചു. ഹസൻ ഹിംസെൽഫ് സീവ്ഡ് their shrouds. അതായത് അവരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ആരനെ നടത്തിയത്, നമ്മൾ ഹസനെ നടത്തിയത്. റീഡ് എ ലൗഡ് ഷോർട്ട് പാസേജ് ഫ്രം രാമായണയിലുള്ള 2-3 ശ്ലോകങ്ങളൊക്കെ എന്ത് ചെയ്തു, അവൻ ഉറക്കനെ ചൊല്ലി. ആൻഡ് ത്രൂ their bodies overboard. അല്ലേ, അങ്ങനെ എന്ത് ചെയ്യാണ്, അവരുടെ ബോഡി എന്ത് ചെയ്യാണ്, കല്ലുമൊക്കെ കെട്ടിക്കാണ്ടാവില്ലേ, കടലിൽ മരിച്ചാൽ അങ്ങനെയുള്ള കല്ലുമൊക്കെ കെട്ടിയിട്ട് എന്ത് ചെയ്യുക, കടലിലേക്ക് താഴ്ത്തുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്തു ആര്, ഹസൻ. ഇൻ ദ എൻഡ് വെൻ മോസ്റ്റ് ഓഫ് ദം ഷോഡ് സൈൻ ഓഫ് ഹെൽത്ത്, കുറെ ആളുകൾ എന്ത് ചെയ്തു പറ, നല്ല ആരോഗ്യം കാണിച്ചു. അല്ലേ, there appeared 3 sores in the arms of Hassan. ആ സമയത്തും കുറച്ച് ആളുകൾക്ക് എന്തുണ്ട്, അസുഖം ഉണ്ട് കേട്ടോ. The voyage came to an end. അങ്ങനെ എന്ത് ചെയ്തു പറ, കപ്പൽ യാത്ര അവസാനിച്ചു. As Hassan was trying to അൺലോഡ് ദ ബഗേജ്. അങ്ങനെ പിന്നെ ഹസൻ എന്തിൽ എൻഗേജ് ആവുകയാണ്, അവിടെയുള്ള സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യണില്ല. ഹസൻ എന്ത് ചെയ്യണം, എൻഗേജ് ആവുകയാണ്. ദാറ്റ് ലേഡീസ് വോയിസ് വാസ് ഹേർഡ് അഗെയിൻ. ആ സമയത്ത് എന്ത് ചെയ്തു പറയാ, ആ സ്ത്രീയുടെ ശബ്ദം കേട്ടു. ഷീ വാസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ദ ഡേർട്ടി ക്രിയേച്ചർ. ആ സമയത്ത് എന്ത് ചെയ്യാണ് പറ, She was surprised to see that dirty creature. വീണ്ടും ഈ ഹസൻ ആര് കണ്ടുമുട്ടാണ്, നമ്മുടെ ഈ പെൺകുട്ടി കണ്ടുമുട്ടാണ്. ആ സമയത്ത് she asked Cronin where he had kept that dirty creature during the whole voyage. ഈ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അഗ്ലി പേഴ്സൺ, ഡേർട്ടി ക്രിയേച്ചർ അല്ലേ, വൃത്തികെട്ട ആ ഒരു ചെങ്ങായി ഇല്ലേ, ആ ചെങ്ങായി നിങ്ങൾ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നു ചോദിക്കുന്ന സമയത്ത് at this question Cronin agreed that, ഈ സമയത്ത് ക്രോണിൻ പറഞ്ഞൊരു വാക്കുണ്ട്, it was in the cage. ഞാൻ ആ ഒരു മറ്റേ എന്താ പറയുക, ഡേർട്ടി ക്രിയേച്ചറിന് ഞാൻ സൂക്ഷിച്ചു വെച്ചത് കേജ് കൂട്ടിലായിരുന്നു. ദാറ്റ് ഹി ഹാഡ് കെപ്റ്റ് ഹിം, ഞാൻ അവനെ കീപ്പ് ചെയ്തിരുന്നത് പറ കൂട്ടിലായിരുന്നു. ബട്ട് ഓൾ ദ ആനിമൽസ് വർ ഔട്ട്സൈഡ് ഓഫ് ദി കേജ്. പക്ഷെ മൃഗങ്ങളെല്ലാം എവിടെയായിരുന്നു പറ, കൂടിന് പുറത്തായിരുന്നു എന്ന്. ആരെക്കുറിച്ച്, ഈ പെണ്ണിനെ പിന്നെ നമ്മൾ എജെ ക്രോണിനെ എന്ത് ചെയ്താൽ ഒന്ന് ട്രോളിക്കാൻ കേട്ടോ. സോ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യല് പറ നമ്മൾ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ഇനി 4th യൂണിറ്റിലുള്ള ഒരു യൂണിറ്റ് കൊണ്ട് നമുക്കറിയാലോ, ഒരു ചാപ്റ്റർ കൊണ്ട് നമുക്കറിയാം.
പ്ലസ് ഫിഫ്ത്ത് സിക്സ്ത്ത് എന്ന് പറയുന്ന 2 യൂണിറ്റ് വേറെ ഉണ്ട്. ചിലപ്പോൾ അവിടെ നിന്ന് എത്തിയിട്ടുണ്ടാവില്ല അല്ലേ, നിങ്ങളുടെ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി എന്ത് ചെയ്യണം, മക്കളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നാവുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ക്ലാസ് കേട്ടല്ലോ, ഭയങ്കര സന്തോഷമായല്ലോ മക്കളെ. പരമാവധി നിങ്ങൾ പഠിക്കട്ടോ. ഇനി കൂടുതൽ സമയം കളയാനില്ല. നാളെ രാവിലെ 6 മണിക്ക് ഞാൻ വീണ്ടും വരുന്നു. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഈ ചാനൽ നിങ്ങൾ പരമാവധി നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. ഒരൊറ്റ വീഡിയോയിലാണ് ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനി പബ്ലിക് എക്സാമിനൊക്കെ നിങ്ങൾ കറക്റ്റ് നമ്മളെ കൂടുതലുണ്ടാവുമെന്ന് വിശ്വസിച്ചോട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ.